10 വരെയുള്ള ക്ലാസ്സുകളിലെ ചാപ്റ്റേഴ്സ് എല്ലാം നമുക്ക് നോക്കണം. അതിൽ നിന്നൊക്കെയാണ് മിക്കപ്പോഴും എക്കണോമിക്സിന് ചോദ്യങ്ങൾ വരാറുള്ളത്. ആദ്യം നോക്കുന്നത് 6ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് ഉൽപ്പാദന പ്രക്രിയയിലൂടെ എന്ന ചാപ്റ്റർ നോക്കാം. ആദ്യം പറയുന്നത് ഗുഡ്സ് എന്താണ്, സാധനങ്ങൾ എന്താണ് എന്നാണ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഉപയോഗിക്കാവുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ വസ്തുക്കളെയാണ് സാധനങ്ങൾ എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഉപയോഗിക്കാവുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ താണ് സാധനങ്ങൾ. സാധനങ്ങളെന്ന് പറയുന്നത് നിർമ്മിക്കുവാനും വിതരണം ചെയ്യുവാനും ധാരാളം ആളുകളുടെ സേവനങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സേവനങ്ങൾ പലപ്പോഴും കാണുവാനോ സ്പർശിക്കാനോ കഴിയത്തില്ല. സാധനങ്ങളും സേവനങ്ങളും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ്. രണ്ടും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അവ ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട്. എന്താണ് ഉൽപ്പാദനം? അതാണ് നമ്മൾ ഇനി നോക്കുന്നത്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപ്പാദനം എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപ്പാദനം എന്ന് പറയുന്നത്. ഉൽപ്പാദന ഫലമായി ലഭിക്കുന്നതാണ് ഉൽപ്പന്നം, പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നിരവധി ഘടകങ്ങളുടെ പ്രവർത്തന ഫലമായി മാത്രമേ ഉൽപ്പാദനം നടക്കുകയുള്ളൂ. ഇങ്ങനെ ഒരു ഉൽപ്പന്നത്തിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന വിവിധ ഘടകങ്ങളാണ് ഉൽപ്പാദന ഘടകങ്ങൾ. വെരി ഇമ്പോർട്ടൻറ്റ്, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഉൽപ്പാദനത്തിൽ സഹായിക്കുന്ന ഘടകങ്ങളെ പൊതുവെ നമുക്ക് 4ആയിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ് ഉൽപ്പാദന ഘടകങ്ങൾ? ഏതൊക്കെയാണ്? ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. നമ്മൾ ആദ്യം നോക്കുന്നത് ഭൂമിയാണ്. ഉൽപ്പാദന ഘടകം എന്ന നിലയിൽ വിശാലമായ അർത്ഥത്തിലാണ് ഭൂമി എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. സാധനങ്ങളുടെ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളും ഭൂമി എന്നതിൽ പെടും. അപ്പോൾ സാധനങ്ങളുടെ ഉൽപ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളെയും ഭൂമി എന്നതിൽ പെടും. ഭൗമോപരിതലത്തിലെയും ഭൗമ അന്തരീക്ഷത്തിലെയും ഭൗമ അന്തർഭാഗത്തെയും എല്ലാ പ്രകൃതി വിഭവങ്ങളും ഉൽപ്പാദന ഘടകമായ ഭൂമി എന്നതിൽ പരിഗണിക്കുന്നതാണ്. ഉൽപ്പാദന പ്രക്രിയയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ഘടകങ്ങൾക്കും പ്രതിഫലം ലഭിക്കുന്നുണ്ട്. ഉൽപ്പാദന ഘടകം എന്ന നിലയിൽ ഭൂമിയുടെ പ്രതിഫലമാണ് പാട്ടം. ചോദിച്ചിട്ടുള്ളതാണ്. ഉൽപ്പാദന ഘടകം എന്ന നിലയിൽ ഭൂമിയുടെ പ്രതിഫലം എന്താണ്? പാട്ടമാണ്. ഭൂമിയുടെ പ്രതിഫലം എന്താണ്? പാട്ടമാണ്. ഇനി തൊഴിലാണ് നോക്കുന്നത്. ഏതൊരു ഉൽപ്പന്നത്തിൻ്റെയും ഉൽപ്പാദനത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഘടകമാണ് തൊഴിൽ. ഉൽപ്പാദനത്തിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് തൊഴിൽ. തൊഴിലാളികൾ അവരുടെ അധ്വാന ശേഷിയാണ് ഉൽപ്പാദനത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് തൊഴിലാളികൾ കായികവും മാനസികവും ബുദ്ധിപരവുമായ അധ്വാന ശേഷി ഉപയോഗിക്കുന്നതിനെയാണ് തൊഴിൽ എന്ന് പറയുന്നത്. അധ്വാന ശേഷിക്ക് പ്രതിഫലം ലഭിക്കുന്നു എങ്കിൽ മാത്രമേ അത് ഒരു തൊഴിലായിട്ട് കണക്കാക്കത്തുള്ളൂ. നമ്മൾ ജോലി ചെയ്യുന്നു, അതിന് പ്രതിഫലം ലഭിക്കുകയാണെങ്കിൽ മാത്രമേ അതൊരു തൊഴിലെന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണ്? വീട്ടിൽ കുടുംബാംഗങ്ങൾ ചെയ്യുന്ന ജോലികൾക്ക് ഉപയോഗിക്കുന്ന അധ്വാന ശേഷിക്ക് പ്രതിഫലം ലഭിക്കുന്നില്ല. അപ്പോൾ അതിനെ എന്താണ്? തൊഴിലായിട്ട് പരിഗണിക്കാറില്ല. സ്റ്റേറ്റ്മെൻ്റായിട്ട് ചോദിച്ചതാണ്. വീട്ടുജോലി എന്താണ്? തൊഴിലായിട്ട് പരിഗണിക്കത്തില്ല. ഇനി തൊഴിലാളി നൽകുന്ന അധ്വാന ശേഷിക്കുള്ള പ്രതിഫലം കൂലിയാണ്. തൊഴിലാളി നൽകുന്ന അധ്വാനശേഷിക്കുള്ള പ്രതിഫലം എന്താണ്? കൂലിയാണ്. അപ്പോൾ തൊഴിലിൻ്റെ പ്രതിഫലം എന്താണ്? കൂലിയാണ്. ഭൂമിയുടെ എന്തായിരുന്നു? പാട്ടം. തൊഴിലിൻ്റെ എന്താണ്? കൂലിയാണ്. ഇത് മിക്കപ്പോഴും കൂലി എന്നത് മിക്കപ്പോഴും പണമായാണ് ലഭിക്കുന്നത്. പണത്തിന് പകരം സാധനങ്ങൾ വേണമെങ്കിൽ ലഭിക്കും. ഇപ്പോൾ ഒരു തെങ്ങ് കയറ്റക്കാരന് നമ്മൾ എന്താണ് ചിലപ്പോൾ തേങ്ങ കൊടുക്കത്തില്ലേ? അപ്പോൾ അതുപോലെ അതും വേണമെങ്കിൽ എന്താണ്? പ്രതിഫലമായിട്ട് കൂലിയായിട്ട് കണക്കാക്കാം. ഏതൊരു തൊഴിലിനും മനുഷ്യനും പ്രയോഗിക്കുന്നത് അവൻ്റെ അധ്വാന ശേഷിയാണ്. ഇന്ന് ഉപയോഗിക്കേണ്ട അധ്വാന ശേഷി ഇന്ന് ഉപയോഗിച്ചില്ല എങ്കിൽ അത് നഷ്ടമാകും. ആയതിനാൽ തൊഴിലാളിയുടെ അധ്വാന ശേഷി പിറ്റേ ദിവസത്തേക്കായി കരുതി വയ്ക്കാനാവത്തില്ല. അതുപോലെ തൊഴിലാളിയുടെ അധ്വാന ശേഷിയെ വിദ്യാഭ്യാസത്തിലൂടെയോ പരിശീലനത്തിലൂടെയോ മെച്ചപ്പെടുത്താൻ വേണ്ടി നമുക്ക് കഴിയും. ഇനി നോക്കുന്നത് മൂലധനം, ക്യാപിറ്റലാണ്. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിനും ഉൽപ്പാദനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ആവശ്യമായ ഒന്നാണ് മൂലധനം. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിനും ഉൽപ്പാദനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ആവശ്യമായ ഒന്നാണ് മൂലധനം.
ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഫാക്ടറി സ്ഥാപിക്കുക, അതുപോലെ യന്ത്രങ്ങൾ വാങ്ങിക്കുക, തൊഴിലാളികൾക്ക് വേതനം നൽകുക, ഇതിനൊക്കെ എന്താണ്? മൂലധനം ആവശ്യമാണ്. ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ മൂലധനമെന്ന് അറിയപ്പെടുന്നു. ഉൽപ്പാദന പ്രവർത്തനത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന യന്ത്രങ്ങൾ, വാഹനങ്ങൾ, കമ്പ്യൂട്ടറുകൾ, ഇതെല്ലാം മൂലധനത്തിൽ ഉൾപ്പെടും. അതുപോലെ ചോദിച്ചിട്ടുള്ളതാണ് വിജ്ഞാനം എന്നതും എന്താണ്? നോളജ് എന്നതും എന്താണ്? മൂലധനമാണ്. ഇനി നോക്കുന്നത് മൂലധനത്തിൻ്റെ സവിശേഷതകളാണ്. മൂലധനം മറ്റ് എല്ലാ ഉൽപ്പാദന ഘടകങ്ങളെയും സഹായിക്കുന്നു. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. മൂലധനം എന്നുള്ളത് ചലനാത്മകമാണ്. മൂലധനം ചലനാത്മകമാണ്. അപ്പോൾ മൂലധനം എന്നത് മറ്റ് എല്ലാ ഉൽപ്പാദന ഘടകങ്ങളെയും സഹായിക്കുന്ന ഒന്നാണ്. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. അതുപോലെ മൂലധനം ചലനാത്മകമാണ്. എല്ലാ ഉൽപ്പാദന ഘടകങ്ങളെ പോലെയും മൂലധനത്തിനും എന്താണ്? പ്രതിഫലം ലഭിക്കുന്നുണ്ട്. മൂലധനത്തിനുള്ള പ്രതിഫലമാണ് പലിശ. അപ്പോൾ ഓർത്തോണം, ഭൂമിക്കുള്ള പ്രതിഫലം എന്താണ്? പാട്ടമാണ്. അതുപോലെ തൊഴിലിനുള്ള പ്രതിഫലം കൂലിയും, മൂലധനത്തിനുള്ള പ്രതിഫലം പലിശയുമാണ്. ഇനി നോക്കുന്നത് സംഘാടനമാണ്. ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവ കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം എന്ന് പറയുന്നത്. സംഘാടനം നടത്തുന്ന വ്യക്തി സംഘാടകൻ അല്ലെങ്കിൽ സംരംഭകൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഭൂമി, തൊഴിൽ, മൂലധനം ഇതെല്ലാം കൂടി കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം. ഇത് നാലും കൂടെ ഉണ്ടെങ്കിലേ ഉൽപ്പാദനം നടക്കത്തുള്ളൂ. അതുപോലെ ഉൽപ്പന്നം അതുവഴിയാണ് ഉണ്ടാകുന്നത്. ഒരു ഉൽപ്പന്നം ഉണ്ടാകുന്നതിൽ സംഘാടകൻ്റെ പങ്ക് എന്തെന്ന് വ്യക്തമാക്കുന്ന ചാർട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിലൂടെ എന്താ നമുക്ക് മനസ്സിലാവുന്നത്? ഉൽപ്പാദന പ്രക്രിയയിൽ നിർണായക സ്ഥാനമാണ് സംഘാടകന് ഉള്ളത്. ഒരു ഉൽപ്പാദന ഘടകം എന്ന നിലയിൽ സംഘാടനത്തിനുള്ള പ്രതിഫലം എന്താണ്? ലാഭമാണ് സംഘാടനത്തിനുള്ള പ്രതിഫലം. അപ്പോൾ എന്താണ് പറഞ്ഞത്? എന്തൊക്കെയാ? ഭൂമിയുടെ പ്രതിഫലം എന്താണ്? പാട്ടമാണ്. അതുപോലെ തൊഴിലിൻ്റെ പ്രതിഫലം എന്താണ്? കൂലിയാണ്. മൂന്നാമത് പറഞ്ഞത് മൂലധനമാണ്. മൂലധനത്തിൻ്റെ പ്രതിഫലം എന്താണ്? പലിശയാണ്. പിന്നീട് ലാസ്റ്റ് പറഞ്ഞത് സംഘാടനമാണ്. സംഘാടനത്തിൻ്റെ പ്രതിഫലം ലാഭമാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഉൽപ്പാദന ഘടകങ്ങൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഉൽപ്പാദനവും അതുവഴി ഉൽപ്പന്നവും രൂപപ്പെടും. വ്യക്തികളുടെ ആവശ്യ രൂപീകരണത്തിന് ഉൽപ്പന്നങ്ങൾ അനിവാര്യമാകുന്നതിനാൽ ഉൽപ്പാദനം എന്ന പ്രക്രിയ നിരന്തരമാകുന്നു. ഉൽപ്പാദനം എന്നത് ഒരു സാമ്പത്തിക പ്രവർത്തനവും നിരന്തരമായി തുടരുന്ന പ്രക്രിയയുമാണ്. അപ്പോൾ അതാണ് ഇനി നോക്കുന്നത്. ഈ പ്രക്രിയ എങ്ങനെ നിരന്തരമാകുന്നു എന്നാണ് ഇനി നോക്കുന്നത്. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അത് നോക്കുമ്പോൾ നമുക്കറിയാം, ഇവിടെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഉൽപ്പാദന യൂണിറ്റും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് ഗാർഹിക യൂണിറ്റുമാണ്. ഉൽപ്പാദിപ്പിക്കുന്നത് ഉൽപ്പന്ന യൂണിറ്റ് എന്നാണ് പറയുന്നത്. അതുപോലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഗാർഹിക യൂണിറ്റാണ്. മനുഷ്യന് ആവശ്യ പൂർത്തീകരണത്തിനാണല്ലോ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് നിരവധിയാണ്. ഒരാവശ്യം നിറവേറ്റുമ്പോൾ പുതിയ ആവശ്യമുണ്ടാകും. ആവശ്യങ്ങൾ മാറുന്നതിനനുസരിച്ച് സാധനങ്ങളും സേവനങ്ങളും ആവശ്യമായിട്ട് വരും. അപ്പോൾ അവ ഉൽപ്പാദിപ്പിക്കേണ്ടതായിട്ട് വരും. ഉൽപ്പാദന യൂണിറ്റുകൾക്ക് ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവ പ്രദാനം ചെയ്യുന്നത് ഗാർഹിക യൂണിറ്റാണ്. ഉൽപ്പാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലമായി പാട്ടം, കൂലി, പലിശ, ലാഭം എന്നിവ ഉൽപ്പാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റിന് നൽകുകയാണ് ചെയ്യുന്നത്. ഉൽപ്പാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റുകൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നൽകുകയും ചെയ്യുന്നു. ഇതിന് പ്രതിഫലമായി ഗാർഹിക യൂണിറ്റ് ഉൽപ്പാദന യൂണിറ്റുകൾക്ക് വില അല്ലെങ്കിൽ പ്രൈസ് പണമായിട്ട് നൽകുന്നു. അതിൻ്റെ വില കൊടുക്കുന്നു, പണമായിട്ട് കൊടുക്കുന്നു. ഇങ്ങനെ ഉൽപ്പാദനവും ഉപഭോഗവും നിരന്തരമായി തുടരുന്നതിനാൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നത് ചാക്രികമായിരിക്കും. 6ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമ്മൾ നോക്കുന്നത് 7ാം ക്ലാസ്സിലെ പുസ്തകമാണ്. അതിൽ എക്കണോമിക്സിൻ്റെ ഒരു ചാപ്റ്റർ ഉള്ളത് സാമ്പത്തിക സ്രോതസ്സുകൾ എന്ന ചാപ്റ്ററാണ്. അതാണ് ഇനി നമ്മൾ നോക്കുന്നത്. ആദ്യം തന്നെ ഇതിലൊരു പദ്ധതിയെപ്പറ്റി പറയുന്നുണ്ട്. ചിലപ്പോൾ SCERT ഉള്ളതായതുകൊണ്ട് നമുക്ക് ചോദിക്കാം.
നമ്മളോട് ചോദിക്കാം സമ്പൂർണ്ണ പദ്ധതി എന്താണ്? കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓൺലൈൻ സ്കൂൾ മാനേജ്മെൻറ്റ് പോർട്ടലാണ് സമ്പൂർണ്ണ. കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓൺലൈൻ സ്കൂൾ മാനേജ്മെൻറ്റ് പോർട്ടലാണ് സമ്പൂർണ്ണ. ഇതെന്തിനു വേണ്ടിയാണ്? മുഴുവൻ വിദ്യാർത്ഥികളുടെയും വിവരങ്ങൾ കേന്ദ്രീകൃത സംവിധാനത്തിലേക്ക് കൊണ്ടുവരിക, അതുപോലെ കടലാസ് രഹിത രജിസ്റ്റർ നടപ്പിലാക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. 2010 സമ്പൂർണ്ണ രൂപീകരിക്കുന്നത്. നമ്മൾ ആദ്യം ഈ ചാപ്റ്ററിൽ പറയുന്നത് സാമ്പത്തിക പ്രവർത്തനങ്ങളെ പറ്റിയാണ്. അത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങൾ, വ്യവസായ മേഖലയിൽ, അതുപോലെ സേവന മേഖലയിൽ ഒക്കെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉണ്ട്. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല എന്ന് അറിയപ്പെടുന്നത്. കൃഷിക്ക് കൂടുതൽ പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നു. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല. വ്യവസായത്തിന് പ്രാധാന്യമുള്ള ഈ മേഖലയെ വ്യാവസായിക മേഖല എന്നാണ് വിളിക്കുന്നത്. പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും അതുപോലെ അതൊക്കെ വിതരണം ചെയ്യുന്നതും എവിടെയാണ്? സേവന മേഖലയിലെ പ്രവർത്തനങ്ങളാണ്. ഇവയ്ക്ക് പുറമെ സേവന മേഖലയിൽ വിദ്യാഭ്യാസം, ഗതാഗതം, ബാങ്കിങ്, IT തുടങ്ങിയവയും ഉൾപ്പെടുന്നുണ്ട്. സേവന പ്രവർത്തനങ്ങൾ എല്ലാം ചേർന്നതാണ് തൃതീയ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല ഇത്രയുമാണ് നമ്മൾ പഠിച്ചത്. പ്രാഥമിക മേഖലയിൽ കൃഷിക്ക് കൂടുതൽ പ്രാധാന്യമുള്ളതുകൊണ്ട് കാർഷിക മേഖല എന്ന് അറിയപ്പെടുന്നു. അതുപോലെ ദ്വിതീയ മേഖല വ്യാവസായിക മേഖല എന്നറിയപ്പെടുന്നു. തൃതീയ മേഖല സേവന മേഖല എന്ന് അറിയപ്പെടുന്നു. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെ CSO സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് വർഗീകരിച്ചിട്ടുണ്ട്. അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. പ്രാഥമിക മേഖലയിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്, അതുപോലെ ദ്വിതീയ മേഖലയിൽ ഏതൊക്കെ ഉൾപ്പെടുന്നു, തൃതീയ മേഖലയിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു എന്നുള്ളത്. അപ്പം ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളെയൊക്കെ തരംതിരിച്ചിരിക്കുന്നത് ആരാണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. പ്രാഥമിക മേഖലയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് നോക്കാം. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം ഇതെല്ലാം ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. ഇനി ദ്വിതീയ മേഖലയിലോ വ്യവസായം, വൈദ്യുതി ഉൽപ്പാദനം, കെട്ടിട നിർമ്മാണം ഇതെല്ലാം ദ്വിതീയ മേഖലയാണ്. ഇനി തൃതീയ മേഖലയിൽ എന്തൊക്കെയാണ്? വ്യാപാരം, ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഇതെല്ലാം തൃതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ഇൻഷുറൻസ്, ബിസിനസ്, ബാങ്കിങ്, സംഭരണം ഇതൊക്കെ എന്താണ്? തൃതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത്. ഇനി സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിനെ പറ്റി നോക്കാം. കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് CSO. ആരുടെ കീഴിലാണ്? കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഇനി CSOയുടെ ചുമതലകളാണ് നോക്കുന്നത്. സ്ഥിതിവിവര കണക്കുകളുടെ സംയോജനവും വിശകലനവും നടത്തുന്നു. സ്ഥിതിവിവര കണക്കുകളുടെ സംയോജനവും അതുപോലെ വിശകലനവും നടത്തുന്നു. എല്ലാ മേഖലകളിലെയും സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തുന്നു. സ്ഥിതിവിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്നു. ദേശീയ വരുമാനം കണ്ടെത്തുന്നതും CSO ആണ്. ഇനി ഭക്ഷ്യ ഉൽപ്പാദനമാണ് നോക്കുന്നത്. സ്വാതന്ത്ര്യം ലഭിച്ചത് മുതൽ ഇന്ത്യ പ്രാഥമിക മേഖലയുടെ വികസനത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ആസൂത്രണത്തോടെ ഉള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭക്ഷ്യ ഉൽപ്പാദന രംഗത്ത് ധാരാളം മാറ്റങ്ങൾ ഉണ്ടാക്കി. തൊഴിലവസരങ്ങൾ വർദ്ധിക്കുക മാത്രമല്ല, ഭക്ഷ്യ ഉൽപ്പാദനവും ഗണ്യമായിട്ട് വർദ്ധിച്ചു. ഇന്ത്യയിൽ വിവിധ കാലഘട്ടങ്ങളിൽ ഭക്ഷ്യ ഉൽപ്പാദന രംഗത്തുണ്ടായ മാറ്റമാണ് അവിടെ ഡയഗ്രാം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ്? കൂടി വരികയാണ് ചെയ്തത്. ഭക്ഷ്യോൽപാദനം കൂടുകയാണ് ചെയ്യുന്നത്.
ഭക്ഷ്യ ഉൽപ്പാദനം വർദ്ധിച്ചിട്ടും ഇന്ത്യയിൽ പല പ്രദേശങ്ങളിലും ദാരിദ്ര്യം നിലനിൽക്കുന്നുണ്ട്. നമുക്ക് ആ കോളം നോക്കാം. ദാരിദ്ര്യം എന്നുള്ളത് ഇതിനകത്ത് നിന്ന് ചോദ്യങ്ങൾ വരാറുള്ളതാണ്. ആസൂത്രണ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം നഗരപ്രദേശങ്ങളിൽ 2100 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ഗ്രാമപ്രദേശങ്ങളിൽ 2400 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. അപ്പോൾ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ നഗരപ്രദേശങ്ങളിലാണെങ്കിൽ 2100 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരായിരിക്കും. അതുപോലെ ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ 2400 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരാണ് ദാരിദ്ര്യം അനുഭവിക്കുന്നത്. 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയുടെ ദാരിദ്ര്യം 29.8%. ഇന്ത്യയുടെ ദാരിദ്ര്യം 29.8%. ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ളത് എവിടാണ്? ബീഹാറിലാണ്. 53.5% ബീഹാറിലെ ദാരിദ്ര്യം. ഇനി ഏറ്റവും കുറവ് ഹിമാചൽ പ്രദേശിലാണ്. 9.5% ഹിമാചൽ പ്രദേശിൽ ദാരിദ്ര്യം. കേരളത്തിലെയോ? കേരളത്തിൽ 12%. കേരളത്തിലെ ദാരിദ്ര്യം 12%. അപ്പോൾ ഏറ്റവും കുറവ് ദാരിദ്ര്യം അനുഭവിക്കുന്നതിൽ ഫസ്റ്റ് ഹിമാചൽ പ്രദേശിനും സെക്കൻഡ് കേരളത്തിനുമാണ്. ഭക്ഷ്യവസ്തുക്കൾ ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം ലഭ്യമാകുമ്പോഴാണ് ഭക്ഷ്യസുരക്ഷ സാധ്യമാകുന്നത്. എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലത്തും സജീവവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായത്ര പോഷകപ്രധാനമായ ഭക്ഷണം ലഭിക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായ പ്രാപ്തി ഉറപ്പുവരുത്തുന്ന അവസ്ഥയാണ് ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത്. ഭക്ഷ്യസുരക്ഷ ലഭ്യമാക്കുക എന്നുള്ളത് ആരുടെ ചുമതലയാണ്? നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്. എല്ലാ ജനങ്ങൾക്കും ഭക്ഷണം, അതുപോലെ എല്ലാ കാലത്തും ഭക്ഷണം ഒക്കെ ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്. ഇനി ഭക്ഷ്യ സ്വയം പര്യാപ്തത. ഭക്ഷ്യ സ്വയം പര്യാപ്തമാണ് ഒരു രാജ്യം എന്ന് പറയണമെങ്കിൽ എങ്ങനെയായിരിക്കണം? ഒരു രാജ്യത്തിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ആ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ആ രാജ്യം ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തമാണെന്ന് പറയാം. അപ്പോൾ ഒരു രാജ്യത്ത് ആ രാജ്യത്ത് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ ആ രാജ്യത്തിന് കഴിയുന്നുവെങ്കിൽ ആ രാജ്യം ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉള്ള രാജ്യമാണ് എന്ന് നമുക്ക് പറയാം. ഇനി ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളാണ് പറയുന്നത്. പല ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളും പരിപാടികളും നടപ്പാക്കിയും പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തിയുമാണ് സർക്കാരുകൾ ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യം നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന പ്രധാന പദ്ധതികളും പരിപാടികളുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സർക്കാർ പദ്ധതികളുമുണ്ട്, സർക്കാർ പരിപാടികളുമുണ്ട്. സർക്കാർ പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അന്നപൂർണ, അന്ത്യോദയ അന്ന യോജന, അതുപോലെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ഇതൊക്കെ പദ്ധതികളാണ്. ഇനി പരിപാടികൾ ഏതൊക്കെയാണ്? സംയോജിത ശിശുവികസന പരിപാടി, അതുപോലെ സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി, ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം. ഇതൊക്കെ സർക്കാർ പരിപാടികളാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഇതൊക്കെ എന്താണ്, ഈ പദ്ധതികളൊക്കെ എന്താണ് എന്നാണ് നോക്കുന്നത്. ആദ്യം നോക്കുന്നത് അന്നപൂർണയാണ്. അന്നപൂർണ, അതുപോലെ അന്ത്യോദയ അന്ന യോജന ഒക്കെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അന്നപൂർണ സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് പ്രയോജനമാണ്. 65 വയസ്സിന് മേലെ പ്രായമുള്ളവർക്കാണ് അന്നപൂർണ. സ്വന്തമായിട്ട് വരുമാനമില്ലാത്ത 65 വയസ്സിന് മേലെ പ്രായമുള്ളവർക്ക് മാസം 10 കിലോ അരി സൗജന്യമായിട്ട് റേഷൻ കടയിലൂടെ എത്തിക്കുകയാണ്. ഇനി അന്ത്യോദയ അന്ന യോജനയോ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്നതാണ്. BPLകാർക്ക് പ്രയോജനം ലഭിക്കുന്നതാണ്. മാസം 35 കിലോ അരി 3 രൂപയ്ക്ക്, ഗോതമ്പാണെങ്കിൽ 2 രൂപയ്ക്കും ലഭ്യമാക്കുന്ന പദ്ധതിയാണ്. ഇനി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നോക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് സ്റ്റേറ്റ്മെൻറ്റായിട്ട്. ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധതയും ഉള്ളവർക്ക് തൊഴിൽ, അതാണ് പദ്ധതി.
അതെങ്ങനെയാണ്? 100 ദിവസത്തെ തൊഴിലുറപ്പാക്കുന്ന പദ്ധതിയാണ്. 18 വയസ്സ് പൂർത്തിയായവർക്ക് രജിസ്റ്റർ ചെയ്യാം. ഗുണഭോക്താക്കളിൽ 1/3 സ്ത്രീകളായിരിക്കണം. അങ്ങനെയുണ്ട്, ഗുണഭോക്താക്കളിൽ 1/3 സ്ത്രീകളായിരിക്കണം എന്നുള്ളത് ഏത് പദ്ധതിയാണ്? മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ്. ഇനി അടുത്തത് പരിപാടികളാണ് നോക്കുന്നത്. സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന നോക്കിയില്ല, അത് നോക്കാം. സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം ലഭിക്കുന്നതാണ്. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ഇനി പരിപാടികൾ നോക്കാം. ഉച്ചഭക്ഷണ പരിപാടി എല്ലാ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിലെയും 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് പ്രയോജനം. സ്കൂൾ മുഖേന പോഷകമൂല്യമുള്ള ആഹാരം ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത്. ഇനി ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം എന്താണ്? സ്വയം സഹായ സംഘങ്ങൾക്ക് സഹായം ചെയ്യുന്ന പരിപാടിയാണ്. എന്താണ്? ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം സ്വയം സഹായ സംഘങ്ങൾക്ക് സഹായം നൽകുന്നു. ബാങ്ക് വായ്പയിലൂടെയും സബ്സിഡിയിലൂടെയും പണം നൽകുന്നു. ഇനി സംയോജിത ശിശുവികസന പരിപാടി ICDS എന്താണ്? അംഗൻവാടികൾ മുഖേനയാണ് ഇത് നടപ്പിലാക്കുന്നത്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, അതുപോലെ ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, ഇവർക്കാണ് ഗുണം. നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാക്കുന്നു. അപ്പോൾ ICDS എന്താണ്? അംഗൻവാടിയിലൂടെയാണ് നടപ്പിലാക്കുന്നത്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഗർഭിണികൾക്കുമാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത്. ഇനി പൊതുവിതരണ സംവിധാനം എന്താണെന്ന് നോക്കാം. ന്യായമായ വിലയ്ക്ക് സമൂഹത്തിൽ ആവശ്യക്കാരായവർക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റ് നിത്യ ഉപയോഗ വസ്തുക്കളും നൽകുവാൻ ചുമതലപ്പെട്ടതും സർക്കാർ നിയന്ത്രണത്തിലുള്ളതുമായ സ്ഥാപനങ്ങളുടെ ശൃംഖലയാണ് പൊതുവിതരണ സംവിധാനം എന്ന് പറയുന്നത്. ഇനി കേരളത്തിലെ പൊതുവിതരണ സംവിധാനം നോക്കാം. കേരളം ഭക്ഷ്യ സ്വയം പര്യാപ്തതയുള്ള സംസ്ഥാനമല്ല. അതുകൊണ്ടാണ് നാം ഭക്ഷണത്തിന് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നത്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് ശക്തമായ ഒരു പൊതുവിതരണ സമ്പ്രദായം കേരളത്തിനുണ്ട്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന പൊതുവിതരണ കേന്ദ്രങ്ങളിലൂടെ അരിയും ഭക്ഷ്യവസ്തുക്കളും മറ്റ് നിത്യ ഉപയോഗ സാധനങ്ങളും ആവശ്യക്കാരായ എല്ലാ ജനങ്ങൾക്കും ന്യായവിലയിൽ ലഭ്യമാക്കി വരുന്നു. നിത്യ ഉപയോഗ സാധനങ്ങൾ ന്യായവിലയ്ക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ധാരാളം കേന്ദ്രങ്ങൾ നമുക്കുണ്ട്. ഏതൊക്കെയാണ്? സപ്ലൈകോയ്, അതുപോലെ മാവേലി സ്റ്റോറ്, നന്മ സ്റ്റോറ്, നീതി സ്റ്റോറ്. നമുക്ക് നോക്കാം കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്. പൊതുവിതരണ കേന്ദ്രം ലഭ്യമാക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ്? അരി, ഗോതമ്പ്, പഞ്ചസാര, മണ്ണെണ്ണയൊക്കെ അവിടെ ലഭിക്കും. പിന്നെ ഹോർട്ടികോർപ്പ് ഉണ്ട്. ഹോർട്ടികോർപ്പിൽ എന്താണ്? പച്ചക്കറികൾ ലഭിക്കും. പിന്നെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ്, നന്മ സ്റ്റോറ്, നീതി സ്റ്റോർ, ലാഭം സപ്ലൈകോ മാർക്കറ്റ്, മാവേലി സ്റ്റോർ, ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, ത്രിവേണി ഫ്ലോട്ടിംഗ് സൂപ്പർ മാർക്കറ്റ് ഒക്കെ ഉണ്ട്. ഇവിടെ നിത്യ ഉപയോഗ സാധനങ്ങളെല്ലാം ലഭിക്കും. ഇനി ചോദിക്കുന്ന ഒരു കാര്യമാണ് ഭക്ഷ്യസുരക്ഷാ നിയമം, ഫുഡ് സെക്യൂരിറ്റി ആക്ട് പാർലമെൻറ്റ് അംഗീകരിച്ചതെന്നാണ്? 2013 ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. 2013 ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെൻറ്റ് അംഗീകരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഭക്ഷ്യസുരക്ഷ എന്നത് സർക്കാരിൻ്റെ നിയമപരമായ കടമയാണ്. ആവശ്യമുള്ള അത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കുക എന്നുള്ളതാണ് ഈ നിയമം. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരൻ്റെ നിയമപരമായ അവകാശമാണ്. അപ്പോൾ ഈ നിയമം കൊണ്ടുവന്നതിനുള്ള കാരണം എന്താണ്? ആവശ്യമുള്ള അത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കാൻ വേണ്ടിയാണ്. ഇത് രണ്ടും ചെറിയ ചാപ്റ്റേഴ്സാണ്. പക്ഷേ ഈ 2 ചാപ്റ്ററുകളിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ സമ്പദ് ശാസ്ത്ര ചിന്തകൾ എന്ന പാഠഭാഗമാണ്. നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഉൽപ്പാദനം എന്താണ് എന്നും ഉൽപ്പാദന ഘടകങ്ങളെ പറ്റിയും ഉൽപ്പാദന ഘടകങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ പറ്റിയും ഒക്കെ എന്താണ് നമ്മൾ പഠിച്ചു. കൃഷി, ഫാക്ടറി, തൊഴിൽ എന്നിവ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും
ട്രാഫിക് പോലീസ്, ഡോക്ടർമാർ, നേഴ്സസ്, ടീച്ചേഴ്സ് ഇവരൊക്കെ ചെയ്യുന്നത് സേവനങ്ങളുമാണ്. ഇവയെല്ലാം ഉൽപ്പാദനത്തിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കുന്നു. ഉൽപ്പാദന പ്രക്രിയയ്ക്ക് ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഇവയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളോ? ഭൂമിക്ക് ലഭിക്കുന്നത് പാട്ടം, തൊഴിലിന് ലഭിക്കുന്നത് കൂലി, മൂലധനത്തിന് ലഭിക്കുന്നത് പലിശ, സംഘാടനത്തിന് ലഭിക്കുന്നത് ലാഭം. ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. ഉൽപ്പാദന ഘടകങ്ങൾക്ക് അവയുടെ പങ്കിന് അനുസരിച്ചാണ് പ്രതിഫലം വിതരണം ചെയ്യപ്പെടുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത് എങ്ങനെയാകണമെന്നാണ് പറയുന്നത്? ഉൽപ്പാദന ഘടകങ്ങൾക്ക് അവയുടെ പങ്കിന് അനുസരിച്ച് വിതരണം ചെയ്യപ്പെടണം. അതുകൊണ്ട് വിതരണം എന്നത് സമ്പദ് വ്യവസ്ഥയിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഉൽപ്പാദനം പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് വിതരണം എന്നുള്ളതും. നീതിപൂർവമായ വിതരണം സാമ്പത്തിക വികസനത്തെ ത്വരിതപ്പെടുത്തും. മനുഷ്യൻ തൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗത്തിലൂടെയാണ്. ഉൽപ്പാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്നത് മൂലം ലഭിക്കുന്ന പ്രതിഫലമാണ് ഉപഭോഗത്തിന് വേണ്ടി ചെലവഴിക്കുക. അതിനാൽ ഉൽപ്പാദനം, വിതരണം, ഉൽപ്പന്നങ്ങളുടെ, സേവനങ്ങളുടെയും ഉപഭോഗം എന്നിവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ കൺസപ്ഷൻ, ഇതെല്ലാം എന്താണ്? പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം എന്നിവയും പഠന വിധേയമാക്കുന്ന ശാസ്ത്രശാഖയെ വിളിക്കുന്ന പേരാണ് സാമ്പത്തിക ശാസ്ത്രം. അതല്ലേ നമ്മൾ പഠിക്കുന്നത് എക്കണോമിക്സ്. എക്കണോമിക്സ് എന്ന് വെച്ചാൽ എന്താണ്? വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾ, അതുപോലെ ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം, ഇതിനെയൊക്കെ പഠന വിധേയമാക്കുന്ന ശാസ്ത്രശാഖയാണ് നമ്മൾ സാമ്പത്തിക ശാസ്ത്രം എന്ന് വിളിക്കുക. രാജ്യത്തെ സാമ്പത്തിക തീരുമാനങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ സമ്പദ്ഘടനയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ വിശകലനം ചെയ്യുന്നത് സഹായകരമാണ്. നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക തീരുമാനങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ സമ്പദ്ഘടനയിലെ അടിസ്ഥാന പ്രശ്നങ്ങളെ വിശകലനം ചെയ്യുന്നത് സഹായകരമാണ്. ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്നുദ്ദേശിക്കുന്നത് എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. സാമ്പത്തിക ശാസ്ത്ര പഠനം എന്നത് കേവലം സമ്പത്തിനെ കുറിച്ചുള്ള പഠനം മാത്രമല്ല, പിന്നെയോ മനുഷ്യനെക്കുറിച്ച്, അതുപോലെ സമൂഹത്തെക്കുറിച്ച് ഒക്കെയുള്ള പഠനം കൂടിയാണ്. വിവിധ കാലഘട്ടങ്ങളിൽ സാമ്പത്തിക ചിന്തകന്മാരുടെ സംഭാവനകൾ ഈ ശാസ്ത്രശാഖയുടെ വളർച്ചയ്ക്ക് സഹായകമായി. നമുക്കറിയാം, മോഡേൺ എക്കണോമിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആഡം സ്മിത്ത് ആണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം SCERT പുസ്തകത്തിൽ എടുത്തു കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 1723 മുതൽ 1790 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. ആഡം സ്മിത്ത് ഉൾപ്പെടെയുള്ള ഒട്ടേറെ പ്രമുഖ പാശ്ചാത്യ സാമ്പത്തിക ചിന്തകന്മാർ സാമ്പത്തിക ശാസ്ത്രത്തിന് വ്യത്യസ്ത ആശയങ്ങൾ സംഭാവന നൽകിയിട്ടുണ്ട്. നമ്മളിനി അവരുടെയൊക്കെ ആശയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി പരിചയപ്പെടാൻ പോകുന്നത്. സാമ്പത്തിക ശാസ്ത്രത്തിന് വ്യക്തമായിട്ടുള്ള ഒരു അടിത്തറ നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആഡം സ്മിത്ത്. അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കുണ്ട്, നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻസ്. വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് നമ്മൾ സിമ്പിളായിട്ട് പറയും. അതെന്താണ്? അദ്ദേഹത്തിൻ്റെ ബുക്കാണ്. അദ്ദേഹം തൻ്റെ സാമ്പത്തിക ആശയങ്ങൾ പങ്കുവെച്ചത് ഈ ബുക്കിലൂടെയാണ്. സമ്പത്തിനെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹമാണ് അങ്ങനെ പറയുന്നത്. സമ്പത്തിനെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞത് ആഡം സ്മിത്താണ്. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നുമുള്ള ആശയമാണ് ആഡം സ്മിത്ത് മുന്നോട്ട് വെച്ചത്. ഈ ഒരു സിദ്ധാന്തത്തെ വിളിക്കുന്നത് ലെസേ ഫെയർ സിദ്ധാന്തം എന്നാണ്. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തമാണ് ലെസേ ഫെയർ സിദ്ധാന്തം. അപ്പം ഈ ലെസേ ഫെയർ സിദ്ധാന്തം പറയുന്നത് എന്താണ്? സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും ഉള്ള ആശയമാണ് അദ്ദേഹം ലെസേ ഫെയർ സിദ്ധാന്തത്തിലൂടെ മുന്നോട്ട് വെച്ചത്. വ്യവസായ വിപ്ലവം ഉണ്ടായി. അതെവിടെയാണ് ഉണ്ടായത്? ഇംഗ്ലണ്ടിൽ. അതിൻ്റെ ഫലമായിട്ട് പുതിയ വ്യവസായശാലകളും അതുപോലെ തൊഴിലാളികളുടെ കൂട്ടായ്മകളും ഉണ്ടായി. സാങ്കേതിക വിദ്യയിലും ഉൽപ്പാദന പ്രക്രിയയിലും അങ്ങനെ മാറ്റങ്ങളുണ്ടായി. ഇതാണ് കാൾ മാർക്സ് എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ ആശയങ്ങൾ രൂപപ്പെടുവാനുണ്ടായ സാഹചര്യം. ഉൽപ്പാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിനാണ് മാർക്സ് പ്രാധാന്യം നൽകിയത്.
ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിന് പ്രാധാന്യം നൽകിയത് ആരാണ്? കാൾ മാർക്സ് ആണ്. ഉൽപാദനത്തിന്റെ അടിസ്ഥാനം തൊഴിലാളികളുടെ അധ്വാനമാണ്. തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ പ്രതിഫലമാണ് ഉൽപ്പന്നത്തിന്റെ വില. എന്നാൽ ഇതിന്റെ ഒരു ഭാഗം മാത്രം തൊഴിലാളിക്ക് പ്രതിഫലമായിട്ട് നൽകുകയും ബാക്കി സിംഹഭാഗവും മുതലാളി ലാഭമാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇതിനെ മിച്ചമൂല്യം, സർപ്ലസ് വാല്യൂ എന്ന് കാൾ മാർക്സ് വിശേഷിപ്പിച്ചു. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസങ്ങളില്ലാത്ത സമൂഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം. മൂലധനം എന്ന കൃതി ആരുടെയാണ്? മാർക്സിൻ്റെയാണ്. അദ്ദേഹം തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് ഈ ബുക്കിലൂടെയാണ്. കാൾ മാർക്സിനെ തുടർന്ന് സാമ്പത്തിക ശാസ്ത്ര മേഖലയിൽ നൂതനമായ നിരവധി സിദ്ധാന്തങ്ങൾ ആൽഫ്രഡ് മാർഷൽ അവതരിപ്പിച്ചു. സമ്പത്ത് ആത്യന്തികമായി മനുഷ്യന്റെ ക്ഷേമത്തിന് വേണ്ടി ആയിരിക്കണമെന്നും സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്നതായിരിക്കണമെന്നും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകത്തിലൂടെ അവതരിപ്പിച്ചു. അപ്പോൾ ആൽഫ്രഡ് മാർഷലിൻ്റെ പുസ്തകമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്, അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ. ആൽഫ്രഡ് മാർഷൽ തൻ്റെ ആശയങ്ങൾ ഈ ബുക്കിലൂടെയാണ് മുന്നോട്ട് വെച്ചത്. എന്താണ് പറഞ്ഞത്? സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്നതായിരിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ലോക ജനസംഖ്യ 160 കോടിയായിരുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ലോക ജനസംഖ്യ എത്രയായിരുന്നു? 160 കോടിയായിരുന്നു. ജനസംഖ്യ അനുദിനം വർദ്ധിച്ചു വന്നു. ഇത്രയും ജനങ്ങൾക്ക് ആവശ്യമായ വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പരിമിതമായ വിഭവങ്ങൾ എങ്ങനെയാണ് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നത്? ഇത്തരം ചോദ്യങ്ങൾ ലയണൽ റോബിൻസ് എന്ന ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനെ വർദ്ധിച്ച ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന വിഷയത്തിലേക്ക് നയിച്ചു. പരിമിതമായ വിഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കേണ്ടതാണ് എന്ന് ലയണൽ റോബിൻസ് വ്യക്തമാക്കി. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള പോൾ എ സാമുവൽസൺ സാമ്പത്തിക ശാസ്ത്ര മേഖലയിൽ പുതിയ ആശയങ്ങൾ അവതരിപ്പിച്ചത്. പോൾ എ സാമുവൽസൺ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അവതരിപ്പിച്ചത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ്. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത മികച്ച സാമ്പത്തിക ആസൂത്രണത്തിൻ്റെയും അതുപോലെ ശരിയായ വിഭവ വിനിയോഗത്തിൻ്റെയും ഫലമാണ് എന്ന് സാമുവൽസൺ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയം എന്താണ്? ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത എന്നത് മികച്ച സാമ്പത്തിക ആസൂത്രണത്തിൻ്റെയും അതുപോലെ ശരിയായ വിഭവ വിനിയോഗത്തിൻ്റെയും ഫലമാണ്. ഈ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. ചിന്തകന്മാരും അവരുടെ ആശയങ്ങളുമാണ്. ആഡം സ്മിത്തിൻ്റെ ആശയമാണ് സമ്പത്തിനെക്കുറിച്ചുള്ള പഠനം. ഇനി തൊഴിലാളികൾക്ക് പ്രാധാന്യം നൽകിയത് ആരായിരുന്നു? കാൾ മാർക്സ് ആയിരുന്നു. ഇനി ആൽഫ്രഡ് മാർഷൽ എന്താണ്? ആൽഫ്രഡ് മാർഷൽ മനുഷ്യക്ഷേമത്തിനാണ് പ്രാധാന്യം നൽകിയത്. ഇനി അതിലില്ലാത്ത ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും ആരുടെ ആശയമാണ്? ലയണൽ റോബിൻസിൻ്റെ ആശയമാണ്. ഇനി പോൾ എ സാമുവൽസണോ? നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത മികച്ച സാമ്പത്തിക ആസൂത്രണത്തിൻ്റെയും ശരിയായ വിഭവ വിനിയോഗത്തിൻ്റെയും ഫലമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി നോക്കുന്നത് സാമ്പത്തിക ശാസ്ത്ര രംഗത്ത് ഇന്ത്യയുടെ സംഭാവനകളാണ്. ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾക്ക് മൗര്യ സാമ്രാജ്യത്തോളം പഴക്കമുണ്ട്. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മുഖ്യ ഉപദേഷ്ടാവായിരുന്ന ചാണക്യൻ്റെ അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥം ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ പ്രധാനമാണ്. ഫലപ്രദമായ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം ഒരു രാജ്യത്തെ നാശത്തിലേക്ക് നയിക്കുന്നു. രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് ശരിയായ നയങ്ങളുടെ പ്രാധാന്യം ചാണക്യൻ എടുത്തു പറഞ്ഞു. ഇത്തരം നയങ്ങളിലൂടെ സർക്കാരിന് വരുമാന നഷ്ടം തടയാൻ കഴിയുന്നതാണ്. മഗധ എന്ന രാജ്യത്തെ ഒരു സാമ്പത്തിക ശക്തിയാക്കി മാറ്റിയതിൽ ചാണക്യൻ്റെ പങ്ക് എന്നത് വളരെ വലുതായിരുന്നു. അപ്പം ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ എന്താണ്? സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങളെ പറ്റി പറയുന്നുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനായിരുന്നു ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിയെടുക്കുന്നതാണ് ബ്രിട്ടീഷ് ഭരണമെന്നും ഇത് ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും നയിച്ചുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത് ചോർച്ചാ സിദ്ധാന്തം എന്ന് അറിയപ്പെടുന്നു. അപ്പം ദാദാഭായ് നവറോജിയുടെ സിദ്ധാന്തമാണ് ചോർച്ചാ സിദ്ധാന്തം. അതെന്താണ് പറയുന്നത്? ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിയെടുക്കുന്നത് ബ്രിട്ടീഷ് ഭരണമാണ്. ഇത് ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും നയിക്കുമെന്നുമാണ് പറയുന്നത്. ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകൽ, ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾ തുച്ഛമായ വില നൽകി ശേഖരിച്ച് അതുകൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ കൂടിയ വിലയ്ക്ക് ഇന്ത്യൻ കമ്പോളത്തിൽ തന്നെ വിറ്റഴിക്കൽ, ബ്രിട്ടന്റെ സാമ്രാജ്യത്വ വികസനത്തിന് വേണ്ടി
ഇന്ത്യൻ സമ്പത്ത് കൊള്ളയടിക്കൽ, ഇന്ത്യൻ തൊഴിലാളികളെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുകയും കാർഷിക വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യൽ. ഇതൊക്കെയാണ് സമ്പത്തിൻ്റെ ചോർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങളായിട്ട് ദാദാഭായ് നവറോജി ചൂണ്ടിക്കാണിച്ചത്. ബ്രിട്ടീഷ് ചൂഷണത്തെ സംബന്ധിച്ച് രമേശ് ചന്ദ്ര ദത്ത് എന്ന സാമ്പത്തിക ശാസ്ത്രകാരൻ്റെ പഠനവും സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾക്ക് കരുത്തേകി. ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും എങ്ങനെ ഇന്ത്യയെ തകർത്തുവെന്ന് സാമ്പത്തിക ശാസ്ത്ര പഠനങ്ങളിലൂടെ രമേശ് ചന്ദ്രദത്ത് വ്യക്തമാക്കുന്നു. ഇനി നമ്മൾ ഗാന്ധിജിയെ പറ്റിയാണ് നോക്കുന്നത്. ഗാന്ധിജിയും സാമ്പത്തിക ശാസ്ത്രവും. അദ്ദേഹത്തിൻ്റെ ഒരു കോഴ്സാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. ഇന്ത്യക്ക് ആവശ്യമുള്ള മൂലധനം ഏതാനും പേരിൽ കേന്ദ്രീകരിക്കലല്ല, 1900 മൈൽ നീളവും 1500 മൈൽ വീതിയുമുള്ള ഈ ഭൂഖണ്ഡത്തിലെ 7 ലക്ഷം ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാവുന്ന വിധത്തിൽ വിതരണം ചെയ്യലാണ്. ഇങ്ങനെ പറഞ്ഞത് ഗാന്ധിജിയാണ്, മഹാത്മാഗാന്ധിയാണ്. ദാദാഭായ് നവറോജിക്ക് ശേഷം ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രത്തിന് തനതായ സംഭാവനകൾ നൽകിയത് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയായിരുന്നു. ഗാന്ധിജിയുടെ ആദ്യ പുസ്തകം ഏതാണ്? ഹിന്ദ് സ്വരാജ്. അത് പ്രസിദ്ധീകരിച്ചത് 1909 ഹിന്ദ് സ്വരാജിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്നവയായിരുന്നു അവയൊക്കെ. മഹാത്മാഗാന്ധിയുടെ ട്രസ്റ്റിഷിപ്പ് എന്ന മഹത്തായ ആശയം സമ്പദ്ശാസ്ത്ര രംഗത്ത് പുതിയ ചിന്തകൾക്ക് വഴിതെളിച്ചു. സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ട്രസ്റ്റിഷിപ്പ് എന്നതിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ടത്. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റിഷിപ്പ് എന്നത് എന്താണ് എന്ന് നോക്കാം. ഇതിൻ്റെ പ്രധാന ഉള്ളടക്കം എന്ന് പറയുന്നത് മുതലാളി തനിക്ക് മാത്രമായുള്ള ഉടമസ്ഥ അവകാശം പരിത്യജിക്കുകയും സമ്പത്ത് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ഒരു ട്രസ്റ്റി എന്ന നിലയിലാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടതാണ്. ഒരു ട്രസ്റ്റിക്ക് പൊതുജനങ്ങളല്ലാതെ വേറെ അനന്തര അവകാശികളില്ല. ഉൽപാദനത്തിൻ്റെ സ്വഭാവം നിശ്ചയിക്കുന്നത് വ്യക്തികളുടെ ഹിതമോ അത്യാഗ്രഹമോ അനുസരിച്ചല്ല, സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ അനുസരിച്ചാണ്. മാന്യമായി ജീവിക്കാൻ ഉതകുന്ന കുറഞ്ഞ വേതനം നിശ്ചയിക്കുവാൻ നിർദ്ദേശിച്ചിട്ടുള്ളതുപോലെ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അനുവദിക്കാവുന്ന ഏറ്റവും കൂടിയ വേതനത്തിനും പരിധി കൽപ്പിക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണ് ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിൻ്റെ ഉള്ളടക്കം. ഇനി ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ ഒന്ന് ക്രോഡീകരിച്ച് പറയാം. എന്തൊക്കെയാണ്? കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം, കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പരിഗണന, സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, സ്വയം പര്യാപ്തതയും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. ഇതൊക്കെയാണ് ഗാന്ധിജിയുടെ ആശയങ്ങൾ എന്ന് പറയുന്നത്. ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരാണ് JC കുമരപ്പയും ശ്രീമൻ നാരായണനും അതുപോലെ ധരംപാലും. കാർഷിക മേഖലയ്ക്കും ചെറുകിട വ്യവസായങ്ങൾക്കും മുൻഗണന നൽകുന്ന വികസനമാണ് സ്വതന്ത്ര ഇന്ത്യ സ്വീകരിക്കേണ്ടത് എന്ന ആശയമാണ് ഇവർ മുന്നോട്ട് വെച്ചത്. 1998 നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യ സെൻ. മനുഷ്യക്ഷേമം, സാമ്പത്തിക അസമത്വം, വികസനം എന്നീ വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം രചിച്ച ഗ്രന്ഥങ്ങൾ ലോക സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾക്ക് മുതൽക്കൂട്ടായി. ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിലെ അപാകത അമർത്യ സെൻ ചൂണ്ടിക്കാട്ടി. ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം തുടങ്ങിയവയ്ക്കാണ് തൻ്റെ പഠനങ്ങളിൽ അദ്ദേഹം പ്രാധാന്യം നൽകിയത്. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ വളർച്ചയിലെ വിവിധ ഘട്ടങ്ങളിൽ പ്രധാന സംഭാവനകൾ നൽകിയ പ്രമുഖ ഇന്ത്യൻ സാമ്പത്തിക ചിന്തകരെക്കുറിച്ച് നമ്മൾ നോക്കി. ആരൊക്കെയായിരുന്നത്? ആദ്യം തന്നെ ചാണക്യനെ പറ്റിയാണ് പറഞ്ഞത്. പിന്നീട് ദാദാഭായ് നവറോജി, അതുപോലെ ഗാന്ധിജി, രമേശ് ചന്ദ്ര ദത്ത്, JC കുമരപ്പ, ശ്രീമൻ നാരായൺ, ധരംപാൽ, അതുപോലെ ലാസ്റ്റ് പറഞ്ഞത് അമർത്യ സെന്നിനെ പറ്റിയാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എനിക്ക് പറയാനുണ്ട്. ഇന്ന് നമ്മൾ നോക്കുന്നത് 9ാം ക്ലാസ്സിലെ ദേശീയ വരുമാനം എന്ന പാഠഭാഗമാണ്. ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് PSC റിപ്പീറ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. GDP, GNP, NNP ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ഉണ്ടാവാറ്. നമുക്ക് നോക്കാം. ദേശീയ വരുമാനവുമായിട്ട് ബന്ധപ്പെട്ട ചില വാർത്തകൾ മുകളിൽ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ദേശീയ വരുമാനം, കാർഷിക മേഖലയുടെ സംഭാവന കുറഞ്ഞു. ദേശീയ വരുമാനത്തിൻ്റെ വർധനവിന് വ്യവസായ മേഖലയുടെ പുരോഗതി
അനിവാര്യം. സേവന മേഖലയുടെ മുന്നേറ്റം തുടരുന്നു. അപ്പം ദേശീയ വരുമാനം എന്നത് എന്താണ്? ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി സൂചിപ്പിക്കുന്നതാണ്. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്താണ്? ദേശീയ വരുമാനം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഉയർന്ന ദേശീയ വരുമാനം രാജ്യത്തിൻ്റെ സാമ്പത്തിക മുന്നേറ്റമാണ് കാണിക്കുക. ദേശീയ വരുമാനവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന ആശയങ്ങൾ, അതുപോലെ ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികൾ, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നത്. ഒരു കുടുംബത്തിന് ഒരു വർഷം വിവിധ മാർഗങ്ങളിലൂടെ ലഭിക്കുന്ന വരുമാനത്തെയാണ് ആ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനമായിട്ട് നമ്മൾ എടുക്കുന്നത്. ഒരു കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കുടുംബത്തിന് ഒരു വർഷം ലഭിക്കുന്ന വരുമാനത്തെയാണ്. അതുപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ ഒരു വർഷത്തെ മൊത്തം വരുമാനമാണ് ദേശീയ വരുമാനമായിട്ട് കണക്കാക്കുന്നത്. ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായിട്ട് ലഭിക്കുന്ന വരുമാനത്തെയാണ് രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും 3 മേഖലകളിൽ നിന്നാണ് ലഭിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ വാർത്തയിൽ പറഞ്ഞ 3 മേഖലകളാണ്. ഏതൊക്കെയാണ്? കാർഷിക മേഖല, വ്യവസായ മേഖല, അതുപോലെ എന്താണ്? സേവന മേഖല. അല്ലെങ്കിൽ നമുക്ക് പറയാം പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല, അല്ലേ? ഈ 3 മേഖലകളിൽ നിന്നുമുള്ള ആകെ വരുമാനം കൂട്ടിയെടുത്താൽ ദേശീയ വരുമാനം നമുക്ക് ലഭിക്കും. ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യം പണത്തിൽ കണക്കാക്കുമ്പോൾ ലഭിക്കുന്നതിനെയാണ് രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ദേശീയ വരുമാനത്തിൻ്റെ ഡെഫിനിഷനാണ് പറയുന്നത്, ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യം എന്താണ്? പണത്തിൽ കണക്കാക്കുമ്പോൾ ലഭിക്കുന്നതാണ് ആ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം. ഇനി എന്തിനാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച എത്രത്തോളം എന്ന് കണ്ടെത്താനും അതുപോലെ രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്യാനും ദേശീയ വരുമാനം സഹായകമാണ്. പല രാജ്യങ്ങളുടെയും USA, ചൈന, ജപ്പാൻ, ജർമ്മനി ഇതൊക്കെ മുന്നിട്ട് നിൽക്കുന്ന രാജ്യങ്ങളാണല്ലോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്താണ് 2013, 2014, 2015 താരതമ്യം ചെയ്ത് ദേശീയ വരുമാനം കൊടുത്തിരിക്കുകയാണ്. ഇതിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം USA-ക്കാണ് ഏറ്റവും കൂടുതൽ ദേശീയ വരുമാനമുള്ളത്, അല്ലേ? അതുപോലെ ഈ ദേശീയ വരുമാനം എന്താണ്? USA-യുടെ കൂടിയാണ് വരുന്നത്. 2015 ആയപ്പോഴത്തേനും കൂടി. അതുപോലെ ചൈനയുടെ ആണെങ്കിലും കൂടുന്നുണ്ട്. ജപ്പാൻ്റെ ആണെങ്കിൽ എന്താണ്? കുറയുകയാണ് ചെയ്യുന്നത്. ജർമ്മനി എന്താണ്? കുറയുകയാണ് ചെയ്യുന്നത്. UK എന്താണ്? കൂടിയിട്ട് കുറയുന്നുണ്ട്. 2014 കൂടുതൽ. പിന്നെ ഇന്ത്യയുടെ നോക്കിക്കഴിഞ്ഞാലും ഇന്ത്യയുടേതും എന്താണ്? കൂടിയാണ് വന്നിരിക്കുന്നത്. എന്തിനാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത് എന്ന് നമ്മൾ നോക്കി. ഇനി ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് മറ്റെന്തെല്ലാം ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഇനി നോക്കുന്നത്. അപ്പോൾ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ലക്ഷ്യങ്ങളാണ് നോക്കുന്നത്. എന്തൊക്കെയാണ്? സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളുടെ സംഭാവനകൾ വിലയിരുത്തുന്നതിന്. സമ്പദ്ഘടനയിലെ വിവിധ മേഖലകൾ എന്ന് പറയുമ്പോൾ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല, ഇതിൻ്റെയൊക്കെ സംഭാവനകൾ വിലയിരുത്തുന്നതിന്, അതുപോലെ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്നതിന്, സമ്പദ് വ്യവസ്ഥ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നു എന്നുള്ളത് പഠിക്കുന്നതിന്, വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും സർക്കാരിനെ സഹായിക്കുന്നതിന്, ഉൽപാദനം, വിതരണം, ഉപഭോഗം തുടങ്ങിയ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പരിമിതികളും മേന്മകളും കണ്ടെത്തുന്നതിന്. ഉൽപാദനം, വിതരണം, ഉപഭോഗം തുടങ്ങിയ സാമ്പത്തിക പ്രവർത്തനങ്ങൾ, ഇതിൻ്റെ പരിമിതികൾ അതുപോലെ മേന്മകൾ ഒക്കെ കണ്ടെത്തുന്നതിനൊക്കെ ദേശീയ വരുമാനം കണക്കാക്കുന്നത് സഹായിക്കും. ഇനി നമ്മൾ നോക്കുന്നത് ദേശീയ വരുമാനവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന ആശയങ്ങളാണ്. ആദ്യം നോക്കുന്നത് മൊത്ത ദേശീയ ഉൽപ്പന്നം എന്താണ്, GNP എന്താണ് എന്നുള്ളതാണ്. ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. മൊത്ത ദേശീയ ഉൽപ്പന്നം എന്നത് ദേശീയ വരുമാനത്തിൻ്റെ ഒരു പ്രധാന ആശയമാണ്. രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം കണക്കാക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങൾ അതുപോലെ സേവനങ്ങൾ, ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ അടിസ്ഥാനത്തിലാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം കണക്കാക്കുന്നത്. ഉപഭോഗത്തിനായി ലഭ്യമാകുന്ന ഉൽപ്പന്നമാണ് അന്തിമ ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ തുണി, നൂല്, ബട്ടൺസ് ഇതൊക്കെ എന്താണ്? അസംസ്കൃത വസ്തുക്കളാണ്. ഇത് ഉപയോഗിച്ച് ഷർട്ട് നിർമ്മിക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഉപഭോഗത്തിനായിട്ടുള്ള ഷർട്ടാണ് അന്തിമ ഉൽപ്പന്നം എന്ന് പറയുന്നത്.
അന്തിമ ഉൽപ്പന്നങ്ങളുടെ പണമൂല്യമാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം കണക്കാക്കുമ്പോൾ സ്വീകരിക്കുക. ഇവിടെ അന്തിമ ഉൽപ്പന്നം എന്ന് പറയുന്നത് ഷർട്ടാണ്. ബാക്കി ബട്ടൺസ് അതുപോലെ തുണി എന്നൊക്കെ പറയുന്നത് എന്താണ്? അസംസ്കൃത വസ്തുക്കളാണ്. അപ്പം അന്തിമ ഉൽപ്പന്നമായ ഈ ഷർട്ടിൽ എന്താണ്? ബട്ടൺസിൻ്റെയും തുണിയുടെയും ഒക്കെ എന്താണ് മൂല്യം ഉൾപ്പെട്ടിരിക്കുന്നു. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഇത് ഒരു സാമ്പത്തിക വർഷത്തേക്കാണ് കണക്കാക്കുന്നത്. ഇന്ത്യയിലെ ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഇന്ത്യയിലെ ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഇനി നമ്മൾ നോക്കുന്നത് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്താണ് എന്നുള്ളതാണ്, GDP. മേഖലകൾ തിരിച്ചുള്ള സാമ്പത്തിക വിശകലനത്തിന് ദേശീയ വരുമാനത്തിൻ്റെ ഏറ്റവും ഉചിതമായ ആശയമാണ് GDP എന്ന് പറയുന്നത്. ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഒരു സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് എന്ന് പറഞ്ഞു. പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡൊമസ്റ്റിക് ടെറിട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ട്. രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യത്തെയാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നമായിട്ട് കണക്കാക്കുക. വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം, അതുപോലെ വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയും സംരംഭങ്ങളുടെയും ലാഭം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നില്ല. GNP പറയുവാണെങ്കിൽ GNPയിൽ എന്താണ്? ഇതെല്ലാം ഉൾപ്പെടും. അപ്പോൾ നമുക്കൊരു ഉദാഹരണം നോക്കാം. ഒരു ഇന്ത്യൻ സ്ഥാപനം അമേരിക്കയിൽ പ്രവർത്തിക്കുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ലാഭം അമേരിക്ക GDPയിൽ ഉൾപ്പെടുത്തുമ്പോൾ ഇന്ത്യ GNPയിലാണ് ഉൾപ്പെടുത്തുക. അതായത് ഇന്ത്യയിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം കണക്കാക്കുമ്പോൾ ഇത്തരം വരുമാനത്തെ ഒഴിവാക്കുന്നു. നമ്മൾ GDP എന്താണ്, അതുപോലെ GNP എന്താണ് എന്ന് നോക്കി. ഇനി നോക്കുന്നത് അറ്റ ദേശീയ ഉൽപ്പന്നം NNP എന്താണ് എന്നുള്ളതാണ്. നമ്മൾ ഒരു കമ്പ്യൂട്ടർ വാങ്ങി എന്ന് വെച്ചോ. ഇപ്പം ഈ വർഷം അത് വാങ്ങിയിട്ട് അത് ഉപയോഗിച്ച് അടുത്ത വർഷം വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയ വില തന്നെ നമുക്ക് ആ വാങ്ങിയ വിലയ്ക്ക് തന്നെ വിൽക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ യന്ത്ര സാമഗ്രികളും അതുപോലെ മറ്റ് സാധനങ്ങളും ഒക്കെ ഉപയോഗിക്കുമ്പോൾ പഴക്കം കൊണ്ട് തേയ്മാനം സംഭവിക്കുന്നു. ഈ തേയ്മാനം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ചെലവിനെ പറയുന്നതാണ് തേയ്മാന ചെലവ്, ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഇത്തരം തേയ്മാന ചെലവുകൾ പരിഗണിക്കും. മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ GNPയിൽ നിന്ന് തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ ലഭ്യമാക്കുന്നതിനെയാണ് അറ്റ ദേശീയ ഉൽപ്പന്നം NNP എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രോസ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ളതാണ്. അതിൽ നിന്ന് തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് NNP എന്ന് പറയുന്ന അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത്. സാങ്കേതികമായി അറ്റ ദേശീയ ഉൽപ്പന്നത്തെയാണ് ദേശീയ വരുമാനമായിട്ട് അറിയപ്പെടുന്നത്. അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത് എന്താണ്? മൊത്ത ദേശീയ ഉൽപ്പന്നം മൈനസ് തേയ്മാന ചെലവാണ്. ഇനി നമ്മൾ നോക്കുന്നത് പ്രതിശീർഷ വരുമാനം പെർ ക്യാപിറ്റ ഇൻകം എന്താണ് എന്നുള്ളതാണ്. ദേശീയ വരുമാനത്തെ രാജ്യത്തെ മൊത്തം ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് പ്രതിശീർഷ വരുമാനം അല്ലെങ്കിൽ ആളോഹരി വരുമാനം. അപ്പം പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത് എന്താണ്? രാജ്യത്തെ മൊത്തം ജനസംഖ്യ കൊണ്ട് ദേശീയ വരുമാനത്തെ ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ്. ഇനി നോക്കുന്നത് ദേശീയ വരുമാനം കണക്കാക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു ദേശീയ വരുമാനത്തെ അടിസ്ഥാനമാക്കിയാണ് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി കണക്കാക്കുന്നത്. സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഉൽപാദനം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ഉൽപാദനം വർദ്ധിപ്പിക്കുമ്പോൾ ഉൽപാദന ഘടകങ്ങളായിട്ടുള്ള ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയുടെ പ്രതിഫലവും വർദ്ധിക്കും. എന്തൊക്കെയായിരുന്നു പ്രതിഫലങ്ങൾ? പാട്ടം, കൂലി, പലിശ, ലാഭം എന്നിവ വർദ്ധിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഉപഭോഗത്തിനും നിക്ഷേപത്തിനും കൂടുതൽ തുക ചെലവഴിക്കുന്നു. ഉൽപാദനം, വരുമാനം, ചെലവ് എന്നിവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് 3 രീതികളാണ് ഉള്ളത്. അപ്പോൾ ഉൽപാദനം, വരുമാനം, ചെലവ് എന്നിവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഉൽപാദനം വർദ്ധിക്കുമ്പോൾ വരുമാനം വർദ്ധിക്കും. വരുമാനം വർദ്ധിക്കുമ്പോൾ ചെലവ് വർദ്ധിക്കും. ചെലവ് ചെയ്താലല്ലേ നമുക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ പോകും. അത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്.
അപ്പം ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് 3 രീതികളാണ് ഉള്ളത്. അത് ഏതൊക്കെയാണ്? ഉൽപാദന രീതി, വരുമാന രീതി, ചെലവ് രീതി. ആദ്യം നോക്കുന്നത് ഉൽപാദന രീതിയാണ്. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം കണ്ടെത്തി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയെയാണ് ഉൽപാദന രീതി എന്ന് പറയുന്നത്. അപ്പം പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകൾ, ഈ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ, സേവനങ്ങൾ, ഇതിൻ്റെയൊക്കെ ആകെ പണമൂല്യം കണ്ടെത്തി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയെയാണ് ഉൽപാദന രീതി എന്ന് പറയുന്നത്. ദേശീയ വരുമാനത്തിൽ വിവിധ മേഖലകളുടെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ടെന്നും ഏത് മേഖലയാണ് കൂടുതൽ സംഭാവന ചെയ്യുന്നതെന്നും വിലയിരുത്താനാണ് ഉൽപാദന രീതി സഹായിക്കുന്നത്. ഇനി നോക്കുന്നത് വരുമാന രീതിയാണ്. ഉൽപാദന ഘടകങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് വരുമാനം എന്ന് നമുക്കറിയാം. ഉൽപാദന ഘടകങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെയാണ് എന്ത്? വരുമാനം എന്ന് പറയുന്നത്. ഉൽപാദന ഘടകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പാട്ടം, വേതനം, പലിശ, അതുപോലെ ലാഭം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന സമ്പ്രദായത്തെയാണ് വരുമാന രീതി എന്ന് പറയുന്നത്. ഓരോ ഉൽപാദന ഘടകത്തിൻ്റെയും ദേശീയ വരുമാനത്തിലുള്ള സംഭാവന വേർതിരിച്ച് അറിയാനായിട്ട് ഈ രീതിയിലൂടെ നമുക്ക് സാധിക്കും. അപ്പോൾ ഉൽപാദന രീതി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ളതാണ്. ഇതെന്താണ്? പാട്ടം, വേതനം, പലിശ, ലാഭം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നത്. ഇനി ചെലവ് രീതിയാണ് നോക്കുന്നത്. ഒരു വർഷത്തിൽ വ്യക്തികളും സ്ഥാപനങ്ങളും സർക്കാരും ആകെ ചെലവഴിക്കുന്ന തുക കണ്ടെത്തുക വഴി ദേശീയ വരുമാനം കണക്കാക്കുന്നതാണ് ചെലവ് രീതി എന്ന് പറയുന്നത്. ഇപ്പോൾ വ്യക്തികൾ, സ്ഥാപനങ്ങൾ, അതുപോലെ സർക്കാർ ഒക്കെ ചെലവഴിക്കുന്ന തുക കണ്ടെത്തുക. അപ്പോൾ ഈ ചെലവഴിക്കുന്ന തുക കണ്ടെത്തി അതുവഴി ദേശീയ വരുമാനം കണക്കാക്കുന്നതാണ് ചെലവ് രീതി എന്ന് പറയുന്നത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്ന ചെലവിനോടൊപ്പം നിക്ഷേപവും ചെലവായാണ് കണക്കാക്കുക. ഉപഭോഗ ചെലവ്, നിക്ഷേപ ചെലവ്, സർക്കാർ ചെലവ് ഇതൊക്കെ കൂടി ചേരുമ്പോഴാണ് ആകെ ചെലവ് ലഭിക്കുന്നത്. അപ്പം ഈ രീതിയിലൊക്കെയാണ് ദേശീയ വരുമാനം നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റുക. ഇനി ഈ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള പ്രയാസങ്ങൾ എന്തൊക്കെയാണ്? ദേശീയ വരുമാനം കണക്കാക്കുന്നത് ഏത് ഏജൻസിയാണ്? CSO ആണ്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. മുഖ്യമായും സർക്കാരിൻ്റെ ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് CSO കണക്കെടുപ്പ് നടത്തുന്നത്. മുഖ്യമായിട്ടും സർക്കാരിൻ്റെ ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കാണ് അതിനുവേണ്ടിയാണ് CSO കണക്കെടുപ്പ് നടത്തുന്നത്. ജനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലുകളുടെയും തൊഴിൽ മേഖലകളുടെയും സ്ഥിതി മനസ്സിലാക്കാൻ CSOയുടെ ദേശീയ വരുമാന കണക്കുകൾ സഹായിക്കും. ഉൽപാദന രീതി, വരുമാന രീതി, ചെലവ് രീതി എന്നീ 3 രീതികളും ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കാനായിട്ട് ഉപയോഗിക്കും. ദേശീയ വരുമാനം കണക്കാക്കുന്നത് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കാനാണെങ്കിലും ഈ ശ്രമകരമായിട്ടുള്ള കാര്യത്തിന് ഒട്ടേറെ പ്രായോഗികവും ആശയപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതാണ് ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടുന്നത് എന്നുള്ളതാണ് ഇനി നോക്കുന്നത്. വിശ്വാസയോഗ്യമായ സ്ഥിതിവിവര കണക്കിൻ്റെ അഭാവം ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് പ്രായോഗിക വൈഷമ്യം ഉണ്ടാക്കുന്നു. വിശ്വാസയോഗ്യമായിട്ടുള്ള സ്ഥിതിവിവര കണക്കിൻ്റെ അഭാവം, നമുക്ക് ഇപ്പോൾ സ്ഥിതിവിവര കണക്ക് എന്ന് പറയുന്നത് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ളതാണോ എന്നുള്ളത് വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല. അതിൻ്റെ ഒരു അഭാവം എന്താണ്? ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് ഉള്ള പ്രായോഗിക വൈഷമ്യം ഉണ്ടാക്കുന്നു. ഉൽപാദന പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒന്നിലധികം പ്രാവശ്യം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം കണക്കാക്കപ്പെടാം. ഡബിൾ കൗണ്ടിങ് ഉണ്ടാകാം. അപ്പോൾ അതൊരു പ്രശ്നമാണ്. ഇനി വീട്ടമ്മമാരുടെ ഗാർഹിക ജോലി ദേശീയ വരുമാനത്തിൽ കണക്കാക്കുന്നില്ല. വീട്ടമ്മമാരുടെ ഗാർഹിക ജോലി ദേശീയ വരുമാനത്തിൽ കണക്കാക്കുന്നില്ല. അതുപോലെ സ്വന്തം ഉപഭോഗത്തിന് മാത്രം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ പരിഗണിക്കാറില്ല. ഇപ്പം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ അതിനെ ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുത്തുന്നില്ല. ജനങ്ങളുടെ നിരക്ഷരതയും അറിവില്ലായ്മയും സ്ഥിതിവിവര കണക്ക് എടുക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കും. ഇപ്പോൾ ആരെങ്കിലും ഒരു കണക്കെടുപ്പിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്നില്ല. അപ്പോൾ സ്ഥിതിവിവര കണക്ക് എടുക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കും. സേവനങ്ങളുടെ പണമൂല്യം കണക്കാക്കുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് ശരിയായ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനെ ബാധിക്കും.
സേവനങ്ങളുടെ പണമൂല്യം കണക്കാക്കുന്നതിനുള്ള പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ട് അത് ശരിയായ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനെ ബാധിക്കുന്നു. ഉപഭോക്താക്കൾ അവരുടെ ചെലവ് കൃത്യമായി രേഖപ്പെടുത്തി സൂക്ഷിക്കാറുമില്ല. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് കൂടുതൽ കൃത്യതയോടെ ദേശീയ വരുമാനം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തെയാണ് ദേശീയ വരുമാനമായിട്ട് കണക്കാക്കുക. ഇന്ത്യയിലെ ഈ മേഖലകളിൽ നിന്ന് ലഭിക്കുന്ന GDP വിഹിതം അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് 2015-16 ഉണ്ട്, അതുപോലെ 16-17, 17-18 അങ്ങനെ കൊടുത്തിരിക്കുക. അപ്പോൾ പ്രാഥമിക മേഖല നോക്കുമ്പോൾ നമുക്കറിയാം പ്രാഥമിക മേഖല എന്താണ് 2017-18 എന്താണ് കുറഞ്ഞിരിക്കുകയാണ്, ശതമാനത്തിൽ കുറഞ്ഞിരിക്കുകയാണ്. ഇനി ദ്വിതീയ മേഖലയാണെങ്കിൽ 18 ആയപ്പോഴേക്കും എന്താണ് കുറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തൃതീയ മേഖലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അത് കൂടിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിലെ വിവിധ മേഖലകളുടെ സംഭാവനകളിൽ കാണുന്ന പുതിയ പ്രവണത സേവന മേഖലയിലെ വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. സേവന മേഖല നോക്കുമ്പോൾ സേവന മേഖലയാണ് എന്ത് കൂടിക്കൊണ്ടിരിക്കുന്നത്. പ്രാഥമിക മേഖലയെ പിന്തള്ളി ദ്വിതീയ മേഖലയും തൃതീയ മേഖലയും ദേശീയ വരുമാനത്തിലേക്ക് കൂടുതൽ വിഹിതം നൽകുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രാഥമിക മേഖലയെക്കാളിലും എന്താണ് ദ്വിതീയ മേഖലയിലും തൃതീയ മേഖലയിലും ശതമാനം കൂടുതലായിട്ടുണ്ട്, GDP കൂടുതലായിട്ട് കാണുന്നുണ്ട്. മറ്റ് രണ്ട് മേഖലകളിലുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്താണ് തൃതീയ മേഖലയുടെ വളർച്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. വികസനത്തിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും ആരംഭിച്ചതും അതുപോലെ ബാങ്കിങ്, ഇൻഷുറൻസ്, വാർത്താവിനിമയം തുടങ്ങിയ മേഖലകളിലെ മുന്നേറ്റവും തൃതീയ മേഖലയുടെ വളർച്ചയെ സഹായിച്ചു. സാമ്പത്തിക പുരോഗതി ഉണ്ടായതോടെ ഗതാഗതം, വിനോദസഞ്ചാരം എന്നിവയ്ക്ക് ജനങ്ങൾ കൂടുതൽ തയ്യാറാകുന്നുണ്ട്. അറിവധിഷ്ഠിത വ്യവസായങ്ങൾ വികസിച്ചതും തൃതീയ മേഖലയുടെ വളർച്ചയ്ക്ക് കാരണമായി. ഇനി നമ്മൾ അറിവധിഷ്ഠിത മേഖലയുടെ വളർച്ച എന്താണ് എന്നാണ് നോക്കുന്നത്. സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിനായി അറിവും സാങ്കേതിക വിദ്യയും ഫലപ്രദമായിട്ട് പ്രയോഗിക്കുന്ന മേഖലയാണ് അറിവധിഷ്ഠിത മേഖല എന്ന് പറയുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയും വിവരവിനിമയ സാധ്യതകളും ഇന്ന് അറിവ് സമ്പദ്ക്രമം എന്ന തലത്തിൽ വളർന്നു വികസിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസം, നൂതന സാങ്കേതിക ആശയങ്ങളുടെ പ്രയോഗം, വിവരവിനിമയ സാങ്കേതിക വിദ്യ എന്നിവയാണ് അറിവ് സമ്പദ്ക്രമത്തിൻ്റെ അടിസ്ഥാനം. അറിവ് സമ്പദ്ക്രമത്തിൽ ബൗദ്ധിക മൂലധനത്തിൻ്റെ ഇൻ്റലക്ച്വൽ ക്യാപിറ്റലിൻ്റെ ഉൽപാദനവും ഉപഭോഗവുമാണ് നടക്കുന്നത്. ബൗദ്ധിക മൂലധനം കാണാൻ കഴിയാത്ത ആസ്തിയാണ്. ഒരു സംരംഭത്തിലോ സമൂഹത്തിലോ ഉള്ള ആളുകളുടെ കൂട്ടായ അറിവിനെയാണ് ബൗദ്ധിക മൂലധനം എന്ന് വിശേഷിപ്പിക്കുന്നത്. അതെന്താണ്? കാണാൻ കഴിയാത്ത ആസ്തിയാണ്. തൃതീയ മേഖലയുടെ ഭാഗമായി അറിവ് അടിസ്ഥാനമാക്കിയുള്ള സേവനങ്ങളുടെ വളർച്ച ഇന്ന് വലിയ തോതിൽ നടക്കുന്നുണ്ട്. ഓഹരി, നികുതി എന്നിവയിൽ വിദഗ്ധ അഭിപ്രായം നൽകുന്നവർ, അതുപോലെ സോഫ്റ്റ്വെയർ വിദഗ്ധർ എന്നിവരൊക്കെ ഈ മേഖലയിൽ പെടുന്നവരാണ്. ഉയർന്ന ബിസിനസ് എക്സിക്യൂട്ടീവുകളും ഗവേഷകരും ശാസ്ത്രജ്ഞരും നയരൂപീകരണ വിദഗ്ധരും സാമ്പത്തിക വിദഗ്ധരും ഒക്കെ ഈ മേഖലയ്ക്ക് കരുത്ത് പകരുന്നു. അറിവധിഷ്ഠിത മേഖലകളുടെ വികസനത്തിന് സർക്കാർ മുൻഗണന നൽകുന്നുണ്ട്. കേരള സർക്കാർ ആരംഭിച്ച ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ്. ആഗോളതലത്തിൽ സോഫ്റ്റ്വെയർ സേവനം ലഭ്യമാക്കുന്ന തരത്തിൽ വിവരവിനിമയ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ വികസനം നേടിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ ഫലമായിട്ട് സാമ്പത്തികമായി മുന്നേറാനും അതുവഴി ജനക്ഷേമം വർദ്ധിപ്പിക്കാനും ഇന്ത്യക്ക് കഴിയും. ഇനി ഈ രംഗത്ത് മുന്നേറുന്നതിന് ചില അനുകൂല സാഹചര്യങ്ങൾ ഇന്ത്യക്കുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം നേടിയ സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടുന്ന മാനവ വിഭവം, ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട് നമുക്ക്. അതുപോലെ വിപുലമായ ആഭ്യന്തര കമ്പോളം, ശക്തമായ സ്വകാര്യ മേഖല, മെച്ചപ്പെട്ട ശാസ്ത്ര സാങ്കേതിക വളർച്ച. ഇത്തരത്തിലുള്ള എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിയാൽ അറിവ് സമ്പദ്ക്രമം വികസിപ്പിക്കാനും ദേശീയ വരുമാനത്തിൽ വർധനവുണ്ടാക്കാനും ഇന്ത്യക്ക് കഴിയും. ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. GDP, GNP, NNP ഒക്കെ നമ്മൾ നോക്കി. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് വിലയിരുത്താമെന്നുള്ള പാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. ദേശീയ വരുമാനം കണ്ടെത്തുന്നതിലെ പ്രധാന ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിൽ 3 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ
എന്താണ് ദേശീയ വരുമാനം കണ്ടെത്തുന്നതിന് ഉള്ള പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഇതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം സാമ്പത്തിക പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് എന്നുള്ളത് ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ്. പിന്നെ പദ്ധതി ആസൂത്രണങ്ങൾക്ക് സർക്കാരിനെ സഹായിക്കുന്നത് അത് ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ്. ഇനി വിവിധ മേഖലയുടെ സംഭാവന വിലയിരുത്തുന്നതിന് അതും എന്താണ് ദേശീയ വരുമാനം കണ്ടെത്തുന്നതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അപ്പം സി സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? രാജ്യത്തെ ജനസംഖ്യ കണക്കാക്കുന്നതിന് അതെന്താണ് പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അവിടെ ഉത്തരം ഏതാണ്? സി ആണ്. ഇനി രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്ക് പ്രാധാന്യം നൽകുന്ന ദേശീയ വരുമാന ആശയം ഇതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? GDP ആണ്. 10ാം ക്ലാസ്സിലെ പാഠഭാഗമാണ് ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും. ബാങ്കിങ്ങും ബാങ്ക് ഇതര സ്ഥാപനങ്ങളെ പറ്റിയുമാണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റ് RBI പറ്റിയാണ്. RBI പറ്റിയും അതുപോലെ RBIയുടെ ഫങ്ഷൻസുമാണ് പറയുന്നത്. നമുക്കറിയാം ഈ ചിഹ്നം കാണുന്നത് നമ്മുടെ കറൻസി നോട്ടുകളിലാണ്. ഇത് റിസർവ് ബാങ്കിൻ്റെ ചിഹ്നമാണ്. ഇനി നമുക്ക് റിസർവ് ബാങ്കിനെ പറ്റി, ഭാരതീയ റിസർവ് ബാങ്കിനെ പറ്റി നോക്കാം. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് ഭാരതീയ റിസർവ് ബാങ്ക്. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ്. ഇത് സ്ഥാപിച്ചത് ഏത് വർഷമാണ്? 1935 അപ്പോൾ നമ്മുടെ കേന്ദ്ര ബാങ്കാണ് RBI. അതുപോലെ 1935 സ്ഥാപിതമായി. ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് മുംബൈ ആണ്. ഇനി നമ്മൾ നോക്കുന്നത് RBIയുടെ ധർമ്മങ്ങളാണ്. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? നോട്ട് അച്ചടിച്ചിറക്കൽ, വായ്പ നിയന്ത്രിക്കൽ, സർക്കാരിൻ്റെ ബാങ്ക് എന്നറിയപ്പെടുന്നു, അതുപോലെ ബാങ്കുകളുടെ ബാങ്ക് എന്നും അറിയപ്പെടുന്നു. നമുക്കിനി ധർമ്മങ്ങൾ വിശദമായിട്ട് നോക്കാം. ആദ്യം നോക്കുന്നത് നോട്ട് അച്ചടിച്ചിറക്കലാണ്. എല്ലാ നോട്ടുകളും RBI ആണോ അച്ചടിച്ചിരിക്കുന്നത്? അല്ല. 1 രൂപയുടെ നോട്ട് ഒഴികെ ബാക്കി ഉള്ള നോട്ടുകളാണ് RBI അച്ചടിച്ചിറക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻ്റായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം 1 രൂപയുടെ നോട്ടും അതുപോലെ അനുബന്ധ നാണയങ്ങളും അടിച്ചിറക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. കേന്ദ്ര ധനകാര്യ വകുപ്പാണ് 1 രൂപയുടെ നോട്ടും അനുബന്ധ നാണയങ്ങളും അടിച്ചിറക്കുന്നത്. നോട്ട് അടിക്കുന്നതിന് നിശ്ചിത മൂല്യം വരുന്ന സ്വർണമോ വിദേശ നാണ്യ ശേഖരമോ കരുതലായിട്ട് RBI സൂക്ഷിക്കും. RBIയുടെ അടുത്ത ധർമ്മമാണ് വായ്പ നിയന്ത്രിക്കൽ. RBI നോട്ട് അച്ചടിച്ച് വിതരണം ചെയ്യുന്നത് വഴിയും അതുപോലെ വായ്പകൾ വഴിയുമാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ പണത്തിൻ്റെ ലഭ്യത വർദ്ധിക്കുന്നത്. വായ്പയുടെ നിയന്ത്രണം റിസർവ് ബാങ്കിൻ്റെ ഒരു പ്രധാന ചുമതലയാണ്. പലിശ നിരക്കിൽ മാറ്റം വരുത്തിയാണ് ഇത് സാധിക്കുന്നത്. പലിശ നിരക്ക് കൂടുമ്പോൾ വായ്പയുടെ അളവ് കുറയും. പലിശ നിരക്ക് കുറയുമ്പോൾ വായ്പയുടെ അളവ് കൂടുന്നു. പ്രത്യേകം നോട്ട് ചെയ്തോണം. പലിശ നിരക്ക് കൂടുമ്പോൾ എന്താണ്? വായ്പയുടെ അളവ് കുറയും. രണ്ടും എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. പലിശ നിരക്ക് കുറയുമ്പോൾ വായ്പയുടെ അളവ് കൂടും. അടുത്തത് RBI എന്താണ്? സർക്കാരിൻ്റെ ബാങ്ക് എന്നാണ് അറിയപ്പെടുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുക എന്നത് റിസർവ് ബാങ്കിൻ്റെ ധർമ്മമാണ്. ഇതനുസരിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും അവർക്ക് വായ്പ നൽകുകയും മറ്റ് ബാങ്കിംഗ് സേവനങ്ങൾ നൽകുകയും ചെയ്യുന്നു. സർക്കാരുകൾക്കായിട്ട് ചെയ്യുന്ന ഈ സേവനങ്ങൾക്ക് യാതൊരു പ്രതിഫലവും വാങ്ങുന്നുമില്ല. ഇനി ബാങ്കുകളുടെ ബാങ്ക് എന്നാണ് RBI അറിയപ്പെടുന്നത്. എല്ലാ ബാങ്കുകളുടെയും അമരക്കാരനാണ് റിസർവ് ബാങ്ക്. ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുകയും ബാങ്കുകൾക്ക് ഉപദേശം നൽകുകയും ചെയ്യുക എന്നത് RBIയുടെ ധർമ്മമാണ്. റിസർവ് ബാങ്ക് എല്ലാ ബാങ്കുകളുടെയും പണസംബന്ധമായിട്ടുള്ള കാര്യങ്ങളുടെ അവസാന ആശ്രയമായിട്ട് പ്രവർത്തിക്കുന്നു. എല്ലാ ബാങ്കുകളെയും നിയന്ത്രിക്കുന്ന പരമോന്നത ബാങ്കാണ് റിസർവ് ബാങ്ക്. രാജ്യത്ത് പ്രവർത്തിക്കുന്ന മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുകയും ചെയ്യുന്നത് റിസർവ് ബാങ്കാണ്. ഇനി ധനകാര്യ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. നിക്ഷേപം, വായ്പ തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളെയാണ് ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. നിക്ഷേപം, വായ്പ തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളെ എല്ലാം എന്താണ്? ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് വിളിക്കാം. ധനകാര്യ സ്ഥാപനങ്ങളെ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ബാങ്കുകളെന്നും അതുപോലെ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളെന്നും. അപ്പോൾ ബാങ്കുകളുടെ കൂട്ടത്തിൽ പെടുന്നത് 4 രീതിയിലുള്ള 4 ടൈപ്പ് ബാങ്കുകളുണ്ട്. ഏതൊക്കെയാണ്? വാണിജ്യ ബാങ്കുകൾ,
അതുപോലെ സഹകരണ ബാങ്കുകൾ, വികസന ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ, അങ്ങനെ 4 തരത്തിലുള്ള ബാങ്കുകളാണുള്ളത്. ഏതൊക്കെയാണ്? വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, വികസന ബാങ്കുകൾ, അതുപോലെ സവിശേഷ ബാങ്കുകൾ. നമ്മളിത് എന്തൊക്കെയാണെന്നുള്ളത് വിശദമായിട്ട് നോക്കും. ഇനി എന്താണ്? ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ബാങ്കിതര ധനകാര്യ കമ്പനികളുണ്ട്, അതുപോലെ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ, അതുപോലെ ഇൻഷുറൻസ് കമ്പനികളൊക്കെ എന്താണ്? ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളാണ്. ഇനി നമ്മുടെ പ്രദേശത്ത് അടുത്തൊക്കെ എന്താണ്? ബാങ്കുകളുണ്ട് അല്ലേ? ഏതൊക്കെ ബാങ്കുകളാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്, ഫെഡറൽ ബാങ്കുകളുണ്ട്, അതുപോലെ എന്താണ്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്. അങ്ങനെ പല ബാങ്കുകളുണ്ട്. ആക്സിസ് ബാങ്ക്. പൊതുജനങ്ങളിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി വായ്പകൾ നൽകുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ബാങ്കുകൾ എന്ന് പറയുന്നത്. ഭാരതീയ റിസർവ് ബാങ്ക് തയ്യാറാക്കിയിട്ടുള്ള പൊതു നിയമാവലിയുടെയും നിബന്ധനകളുടെയും അടിസ്ഥാനത്തിലാണ് ബാങ്കുകൾ പ്രവർത്തിക്കുക. അപ്പോൾ അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സർക്കാർ എന്നിവയിൽ നിന്ന് ബാങ്കുകൾ എന്താണ്? നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു. നിക്ഷേപ തുക പലിശയോടെ തിരികെ നൽകുന്നു. അതുപോലെ ബാങ്കുകളുടെ ധർമ്മത്തിൽപ്പെടുന്നതാണ് വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സർക്കാർ എന്നിവയ്ക്ക് വായ്പകൾ നൽകുന്നു. അതുപോലെ വായ്പ തുക പലിശയോടെ തിരികെ വാങ്ങുന്നു. നിക്ഷേപങ്ങൾ സ്വീകരിക്കുമ്പോൾ അവയ്ക്ക് പലിശ നൽകുന്നു എന്നത് നമുക്ക് മനസ്സിലായി. അതുപോലെ വായ്പ നൽകുമ്പോൾ അവയ്ക്ക് പലിശ ചുമത്തുന്നു എന്ന് നമുക്ക് മനസ്സിലായി. വായ്പയ്ക്ക് ചുമത്തുന്ന പലിശ നിരക്ക് നിക്ഷേപത്തിന് നൽകുന്ന പലിശ നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും. വായ്പയ്ക്ക് ചുമത്തുന്ന പലിശ നിരക്ക് എന്ന് പറയുന്നത് നിക്ഷേപത്തിന് നൽകുന്ന പലിശ നിരക്കിനേക്കാൾ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ ഈ പലിശകൾ തമ്മിലുള്ള വ്യത്യാസമാണ് ബാങ്കിൻ്റെ പ്രധാന വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ബാങ്കിൻ്റെ പ്രധാന വരുമാനം എന്താണ്? ഈ പലിശകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. എന്താണ്? വായ്പകൾ കൊടുക്കുമ്പോൾ ഉള്ള പലിശ നിരക്കും അതുപോലെ നിക്ഷേപത്തിന് നൽകുന്ന പലിശ നിരക്കും തമ്മിലുള്ള വ്യത്യാസം. നിക്ഷേപങ്ങൾ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പലിശ നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും ബാങ്കിൽ നിന്ന് വായ്പ എടുത്താലുള്ള പലിശ നിരക്ക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ബാങ്കുകളുടെ വളർച്ച ഇന്ത്യയിലെ കാര്യമാണ് നമ്മൾ നോക്കുന്നത്. 1770 ആരംഭിച്ച ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്ക്. ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്ക് ഏതാണ് എന്ന് ചോദിച്ചാൽ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ്. അത് സ്ഥാപിക്കുന്നത് 1770 അന്നു മുതൽ ഇന്ന് വരെയുള്ള ബാങ്കിങ് മേഖലയുടെ വളർച്ചയെ നമുക്ക് 3 ഘട്ടങ്ങളായിട്ട് വിഭജിക്കാം. അപ്പോൾ ഈ 3 ഘട്ടങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഇനി നോക്കുന്നത്. 1770 മുതൽ 1969 ബാങ്ക് ദേശസാൽക്കരണം വരെയുള്ള കാലഘട്ടമാണ് ആദ്യ ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യ ഘട്ടം ഏത് വർഷങ്ങൾക്കിടയിലാണ്? 1770 എന്താണ്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ സ്ഥാപിക്കുന്നത് മുതൽ 1969 ബാങ്ക് ദേശസാൽക്കരണം വരെ ഈ ഒരു കാലഘട്ടമാണ് ആദ്യ ഘട്ടം. ഈ ഘട്ടത്തിൽ ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ് എന്നീ പ്രസിഡൻസി ബാങ്കുകൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. അപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ ഒരു കാലഘട്ടത്തിലാണ് ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ് ഏതൊക്കെയാണ്? ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ, അതുപോലെ ബാങ്ക് ഓഫ് മദ്രാസ് എന്നീ പ്രസിഡൻസി ബാങ്കുകൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. ഈ ഘട്ടത്തിൽ ബാങ്കുകളുടെ പ്രവർത്തനവും വളർച്ചയും സാവധാനമായിരുന്നു. ഇനി 69 മുതൽ 90 വരെയുള്ള രണ്ടാം ഘട്ടത്തിൽ ബാങ്കുകളുടെ പ്രവർത്തനം വേഗത്തിലായി. സാമൂഹിക പുരോഗതി കൂടി ലക്ഷ്യമാക്കി ബാങ്കുകൾ പ്രവർത്തിക്കണമെന്ന കാഴ്ചപ്പാട് ബാങ്കുകളുടെ ദേശസാൽക്കരണത്തിലേക്ക് നയിച്ചു. അപ്പം എന്തിനാണ് ദേശസാൽക്കരിച്ചത്? ബാങ്കുകളെ ദേശസാൽക്കരിച്ചത് എന്തിനാണ്? സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടിയാണ്. അപ്പം അത് ലക്ഷ്യമാക്കി ബാങ്കുകൾ പ്രവർത്തിക്കണമെന്ന കാഴ്ചപ്പാടോടെയാണ് ബാങ്ക് ദേശസാൽക്കരണം കൊണ്ടുവരുന്നത്. 1969 എത്ര ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്? 14 ബാങ്കുകളാണ്. 1980 6 ബാങ്കുകളും ദേശസാൽക്കരിച്ചു. ദേശസാൽകൃത ബാങ്കായിട്ടുള്ള ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ 1993 പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചു. 1991 മുതലുള്ള മൂന്നാം ഘട്ടത്തിൽ
ബാങ്കിംഗ് മേഖല അടിസ്ഥാന ധർമ്മങ്ങൾ നിറവേറ്റുന്നതിനോടൊപ്പം മറ്റനേകം സേവനങ്ങൾ നടപ്പിലാക്കി. അപ്പം മൂന്നാം ഘട്ടം ആരംഭിക്കുന്നത് 1991 അപ്പോഴാണ് ബാങ്കിംഗ് മേഖല അടിസ്ഥാന ധർമ്മങ്ങൾ നിറവേറ്റുന്നതിനോടൊപ്പം തന്നെ മറ്റ് അനേകം സേവനങ്ങൾ കൂടി നടപ്പിലാക്കാനായിട്ട് തുടങ്ങുന്നത്. വേഗം, സമയലാഭം, നടപടിക്രമങ്ങൾ എളുപ്പമാക്കൽ എന്നിവയ്ക്ക് സഹായകമാകുന്ന പല പരിഷ്കാരങ്ങളും ബാങ്കുകൾ വരുത്തി. എന്തൊക്കെയാണ്? ATM കൊണ്ടുവന്നു, അതുപോലെ ക്രെഡിറ്റ് കാർഡ്, ഫോൺ ബാങ്കിംഗ്, നെറ്റ് ബാങ്കിംഗ്, കോർ ബാങ്കിംഗ് തുടങ്ങിയ നൂതന സംവിധാനങ്ങൾ മൂന്നാം ഘട്ട വികസനത്തിൻ്റെ ഫലമാണ്. അപ്പം മൂന്നാം ഘട്ട വികസനം എന്താണ്? 91 ആരംഭിച്ചു. അപ്പം ഇതിൻ്റെ ഫലമായിട്ടാണ് എന്തൊക്കെ? ATM, ക്രെഡിറ്റ് കാർഡ്, ഫോൺ ബാങ്കിംഗ്, നെറ്റ് ബാങ്കിംഗ്, കോർ ബാങ്കിംഗ് ഒക്കെ വരുന്നത്. ഈ ഘട്ടത്തിൽ ലൈസൻസ് ലഭിച്ച സ്വകാര്യ ബാങ്കുകൾ നൂതന പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിൽ നടപ്പിലാക്കുകയുണ്ടായി. ഇത്തരം ബാങ്കുകൾ പുത്തൻ തലമുറ ബാങ്കുകൾ എന്നാണ് അറിയപ്പെടുന്നത്. സൈഡിൽ ഒരു കോളത്തിൽ ദേശസാൽകൃത ബാങ്കുകൾ ഏതൊക്കെയാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ആദ്യം 14 ബാങ്കുകളെ ദേശസാൽക്കരിച്ചു. പിന്നീട് 1980 6 ബാങ്കുകളെ കൂടി ദേശസാൽക്കരിച്ചു. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. 14 ബാങ്ക്, 6 ബാങ്ക്, അത് ഏതൊക്കെയാണ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളത് വെറുതെ വായിച്ച് നോക്കുക. കാരണം ഇപ്പോഴെന്താണ്, ഈ ഒരു ബാങ്കുകളല്ല, 12 ബാങ്കുകളേ ഉള്ളൂ ദേശസാൽകൃത ബാങ്കായിട്ടുള്ളത്. പല ബാങ്കുകളും പല ബാങ്കുകളായിട്ട് ലയിപ്പിക്കുകയൊക്കെ ഉണ്ടായി. അപ്പം അതിൽ ഒരെണ്ണം ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ്? SBIയിൽ 2017 ഏപ്രിൽ 1 ലയിച്ച ബാങ്കുകൾ ഏതൊക്കെയാണ് എന്നാണ്. പൊതുമേഖലാ ബാങ്കുകളെ ലയിപ്പിച്ചുകൊണ്ട് ബാങ്കിംഗ് മേഖലയിൽ ധാരാളം മാറ്റങ്ങൾ ഇപ്പോൾ പ്രകടമാണ്. അതിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ ബാങ്കായിട്ടുള്ള SBIയിൽ ലയിച്ച ബാങ്കുകൾ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാട്യാല, ഭാരതീയ മഹിളാ ബാങ്ക് എന്നിവയാണ്. അപ്പം ഇത് SBIയിൽ ലയിക്കുന്നത് 2017 ഏപ്രിൽ 1 അപ്പോൾ എത്ര ബാങ്കാണ് ലയിച്ചത്? ട്രാവൻകൂർ, അതുപോലെ ഹൈദരാബാദ്, മൈസൂർ, പാട്യാല, ഭാരതീയ മഹിളാ ബാങ്ക്, അങ്ങനെ 5 ബാങ്കുകളാണ് SBIയിൽ 2017 ഏപ്രിൽ 1 ലയിക്കുന്നത്. ബാങ്കുകൾ അടിസ്ഥാനപരമായി ഒരേ ധർമ്മമാണ് നിർവഹിക്കുന്നതെങ്കിലും ചില പ്രവർത്തനങ്ങളിൽ വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാങ്കുകളെ വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, വികസന ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ എന്നിങ്ങനെ തരംതിരിക്കുന്നു. നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഇനി ആദ്യം നമ്മൾ നോക്കുന്നത് വാണിജ്യ ബാങ്കുകളെ കുറിച്ചാണ്. ബാങ്കിംഗ് മേഖലയിലെ പഴക്കം ചെന്നതും ധാരാളം ശാഖകളുള്ളതുമായിട്ടുള്ള സംവിധാനമാണ് വാണിജ്യ ബാങ്കുകൾ. രാജ്യത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഈ ബാങ്കുകൾ ജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും വാണിജ്യം, വ്യവസായം, കൃഷി തുടങ്ങിയവയ്ക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി വായ്പകൾ നൽകുകയും ചെയ്യുന്ന ബാങ്കുകളാണ്. അപ്പോൾ വാണിജ്യ ബാങ്കിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം: പൊതുമേഖലാ ബാങ്കുകളും സ്വകാര്യ ബാങ്കുകളും. പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ ഉടമസ്ഥത പൂർണ്ണമായും സർക്കാരിനാണ്. ഇവയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്കാണ്. പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ ഉടമസ്ഥത പൂർണ്ണമായിട്ടും സർക്കാരിനാണ്. അതുപോലെ ഇവിടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ്? പൊതുമേഖലാ ബാങ്കുകളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്കാണ്. ഭാരതീയ സ്റ്റേറ്റ് ബാങ്കും അതിൻ്റെ അനുബന്ധ ബാങ്കുകളും ദേശസാൽകൃത ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ചേർന്നാണ് പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെയാണ്? ഭാരതീയ സ്റ്റേറ്റ് ബാങ്ക്, അതുപോലെ അതിൻ്റെ അനുബന്ധ ബാങ്കുകൾ, പിന്നെ ദേശസാൽകൃത ബാങ്കുകൾ. അപ്പോൾ ദേശസാൽകൃത ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. അതുപോലെ റീജിയണൽ റൂറൽ ബാങ്കുകൾ, ഇതൊക്കെ ചേർന്നതാണ് പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി റീജിയണൽ റൂറൽ ബാങ്കുകൾ എന്താണ്, RRBs എന്താണ് എന്ന് നോക്കാം. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നതിനായിട്ട് 1975 സ്ഥാപിച്ച ബാങ്കുകളാണ് RRBs. ചെറുകിട കർഷകർ, കർഷക തൊഴിലാളികൾ, ചെറുകിട സംരംഭകർ തുടങ്ങിയവർക്ക് വായ്പ നൽകി സഹായിക്കുന്നതാണ് ഇതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്ഥാപിച്ചത് എന്നാണ്? 1975. ഇതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ചെറുകിട കർഷകർ, അതുപോലെ കർഷക തൊഴിലാളികൾ, ചെറുകിട സംരംഭകർക്ക്, ഇവർക്കൊക്കെ വായ്പ നൽകി സഹായിക്കുക എന്നുള്ളതാണ്.
ഇനി സ്വകാര്യ ബാങ്കുകളെ പറ്റി പറഞ്ഞു. സ്വകാര്യ ഇന്ത്യൻ വാണിജ്യ ബാങ്കുകളുടെയും സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകളുടെയും ഉടമസ്ഥത സ്വകാര്യ വ്യക്തികൾക്കാണ്. ഇവ റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ആസ്ഥാനം വിദേശത്ത് പ്രവർത്തിക്കുന്നതുമായ ബാങ്കുകളാണ് സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത്. ഇനി വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങൾ, ഫങ്ഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. ഒന്നാമത്തെ ഫങ്ഷൻ എന്താണ്? നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്നതാണ് വാണിജ്യ ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ധർമ്മം. നിക്ഷേപിക്കുന്ന തുകയ്ക്ക് ബാങ്ക് പലിശ നൽകുന്നു. അപ്പം എന്തൊക്കെ നിക്ഷേപങ്ങളാണ് ഉള്ളത്? 4 തരത്തിലുള്ള നിക്ഷേപങ്ങളാണ് ഉള്ളത്. അത് ഏതൊക്കെയാണ് എന്നാണ് ഇനി നോക്കുന്നത്. സമ്പാദ്യ നിക്ഷേപം, അതുപോലെ പ്രചലിത നിക്ഷേപം, സ്ഥിര നിക്ഷേപം, ആവർത്തിത നിക്ഷേപം. അങ്ങനെ 4 ടൈപ്പ് നിക്ഷേപങ്ങളാണുള്ളത്. സമ്പാദ്യ നിക്ഷേപം അല്ലെങ്കിൽ സേവിങ്സ് ഡിപ്പോസിറ്റ്, പ്രചലിത നിക്ഷേപം അല്ലെങ്കിൽ കറണ്ട് ഡിപ്പോസിറ്റ്, സ്ഥിര നിക്ഷേപം അല്ലെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ്, അതുപോലെ ആവർത്തിത നിക്ഷേപം അല്ലെങ്കിൽ റെക്കറിംഗ് ഡിപ്പോസിറ്റ്. ആദ്യം സമ്പാദ്യ നിക്ഷേപം അല്ലെങ്കിൽ സേവിങ്സ് ഡിപ്പോസിറ്റ് എന്താണെന്ന് നോക്കാം. പൊതുജനങ്ങൾക്ക് അവരുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണ് ഇത്. പൊതുജനങ്ങൾക്ക് അവരുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണ് സേവിങ്സ് ഡിപ്പോസിറ്റ്. ഈ നിക്ഷേപത്തിന് ബാങ്കുകൾ കുറഞ്ഞ പലിശയാണ് നൽകുക. അപ്പം ഈ ഒരു നിക്ഷേപത്തിന് ബാങ്കുകൾ കുറഞ്ഞ പലിശയാണ് നൽകുക. നിയന്ത്രണങ്ങൾക്ക് വിധേയമായി നിക്ഷേപകന് ഈ നിക്ഷേപത്തിൽ നിന്നും പണം പിൻവലിക്കാനായിട്ട് അവസരമുണ്ട്. ഒരു കാലയളവിൽ എത്ര പ്രാവശ്യം പണം പിൻവലിക്കാൻ കഴിയുമെന്നും എത്ര രൂപ പിൻവലിക്കാൻ കഴിയുമെന്നുമുള്ള കാര്യത്തിൽ പല ബാങ്കുകളും പല രീതി സ്വീകരിച്ച് കാണാറുണ്ട്. നിക്ഷേപകന് ബാങ്ക് നൽകുന്ന പാസ്ബുക്കിൽ നിക്ഷേപ തുകയുടെയും അതുപോലെ പിൻവലിച്ച തുകയുടെയും വിശദാംശങ്ങൾ ഉണ്ട്. അടുത്തത് കറണ്ട് ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ പ്രചലിത നിക്ഷേപം എന്താണെന്നുള്ളതാണ്. ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും സൗകര്യം നൽകുന്ന നിക്ഷേപമാണ് കറണ്ട് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ പ്രചലിത നിക്ഷേപം എന്ന് പറയുന്നത്. വ്യവസായികളും വ്യാപാരികളുമാണ് ഇത്തരം നിക്ഷേപങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇത്തരം നിക്ഷേപങ്ങൾക്ക് പലിശ ലഭിക്കുകയില്ല. അപ്പോൾ പലിശ ലഭിക്കാത്ത നിക്ഷേപമാണെന്ത്? പ്രചലിത നിക്ഷേപം അല്ലെങ്കിൽ കറണ്ട് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. സേവിങ്സ് ഡിപ്പോസിറ്റിനാണെങ്കിൽ കുറച്ച് പലിശ മാത്രം ലഭിക്കും. ഇനി സ്ഥിര നിക്ഷേപം അല്ലെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്താണെന്ന് നോക്കാം. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിശ്ചിത കാലയളവിലേക്ക് പണം ബാങ്കിൽ നിക്ഷേപിക്കാൻ യോജിച്ചതാണ് സ്ഥിര നിക്ഷേപങ്ങൾ. ഒരു നിശ്ചിത കാലയളവുണ്ട്. അപ്പം ഈ ഒരു കാലയളവിലേക്കാണ് പണം നിക്ഷേപിക്കുക. നിക്ഷേപത്തിൻ്റെ കാലാവധി അടിസ്ഥാനമാക്കിയാണ് പലിശ നിരക്ക് നിശ്ചയിക്കുക. അപ്പം എത്ര കാലാവധിയിലാണോ നിക്ഷേപിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പലിശ നിരക്ക് നിശ്ചയിക്കുന്നത്. നിശ്ചിത കാലാവധി പൂർത്തിയാക്കിയ ശേഷം മാത്രമാണ് പണം പിൻവലിക്കുന്നതെങ്കിൽ നിശ്ചയിച്ച നിരക്കിൽ പലിശ ലഭിക്കും. എന്നാൽ നിശ്ചിത കാലാവധിക്ക് മുൻപ് പണം പിൻവലിച്ചു കഴിഞ്ഞാൽ പലിശ നിരക്ക് കുറയുകയും ചെയ്യും. ഇനി നോക്കുന്നത് ആവർത്തിത നിക്ഷേപം അല്ലെങ്കിൽ റെക്കറിംഗ് ഡിപ്പോസിറ്റ് ആണ്. ഒരു നിശ്ചിത തുക വീതം ഒരു പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കുന്നതിനെയാണ് ആവർത്തിത നിക്ഷേപം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നിശ്ചിത തുക എന്താണ്? ഒരു പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കുക, കുറച്ചായിട്ട് നിക്ഷേപിക്കുന്നതിനെയാണ് ആവർത്തിത നിക്ഷേപം എന്ന് പറയുന്നത്. സമ്പാദ്യ നിക്ഷേപത്തേക്കാൾ കൂടിയ പലിശ നിരക്ക് ഈ നിക്ഷേപത്തിന് ലഭിക്കും. അപ്പം സമ്പാദ്യ നിക്ഷേപത്തിനേക്കാളും കൂടിയ പലിശ നിരക്ക് കിട്ടുന്നതാണ് ഈ ആവർത്തിത നിക്ഷേപം എന്ന് പറയുന്നത്. എന്നാൽ സ്ഥിര നിക്ഷേപത്തേക്കാൾ പലിശ നിരക്ക് കുറവുമായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ പലിശ കിട്ടുന്നത് ഏതിനാണ്? ഫിക്സഡ് ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ സ്ഥിര നിക്ഷേപത്തിനായിരിക്കും. അപ്പോൾ പലിശ നിരക്ക് ഇല്ലാത്തത് ഏതിനാണ്? പ്രചലിത നിക്ഷേപത്തിനാണ്. ഏറ്റവും കുറവ് പലിശ നിരക്കുള്ളത് ഏതിനാണ്? ആദ്യം പറഞ്ഞത് ഏതാണ്? സമ്പാദ്യ നിക്ഷേപത്തിന് ആണ്. ഇനി നമ്മൾ നോക്കുന്നത് വായ്പകൾ നൽകൽ. പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപമായിട്ട് സ്വീകരിക്കുന്ന തുകയാണ് പൊതുവെ ബാങ്ക് വായ്പയായിട്ട് നൽകുക. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾ പലതരം വായ്പകൾ നൽകുന്നു. നിക്ഷേപങ്ങൾക്ക് നൽകുന്ന പലിശ നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും വായ്പകളുടെ പലിശ നിരക്ക്. വായ്പാ കാലാവധി, വായ്പയുടെ ആവശ്യം തുടങ്ങിയവ അനുസരിച്ച് വായ്പയുടെ പലിശ നിരക്കിൽ വ്യത്യാസം വരും. അപ്പോൾ വായ്പ എടുക്കുമ്പോൾ വായ്പയുടെ കാലാവധി, അതുപോലെ വായ്പയുടെ ആവശ്യം തുടങ്ങിയവ അനുസരിച്ച് വായ്പയുടെ പലിശ നിരക്കിൽ വ്യത്യാസം വരും.
സാധാരണയായിട്ട് വായ്പകൾ ഏതെങ്കിലും ഒരു ഈട് സ്വീകരിച്ചുകൊണ്ടാണ് നൽകുക. അപ്പം എന്തൊക്കെ ഈടുകളായിരിക്കാം? ഭൗതിക ആസ്തികൾ, സ്വർണം, വസ്തുവിൻ്റെ ആധാരം മുതലായവ, അതുപോലെ സ്ഥിര നിക്ഷേപ പത്രങ്ങൾ, ഫിക്സഡ് ഡിപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വെച്ചിട്ട് അതാണ് ഈടുകളായിട്ട് സ്വീകരിക്കുക. ശമ്പള പത്രം സ്വീകരിച്ചും ബാങ്കുകൾ വായ്പ നൽകാറുണ്ട്. ഇത്തരം ഈടുകൾ സ്വീകരിച്ച് ബാങ്കുകൾ വ്യക്തികൾക്ക് സ്ഥാപനങ്ങൾക്ക് നൽകുന്ന വായ്പയാണ് പണവായ്പ, ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. പണവായ്പ എന്ന് പറയുന്നത് എന്താണ്? ഈടുകൾ സ്വീകരിച്ചിട്ട് ബാങ്കുകൾ വ്യക്തികൾക്കും അതുപോലെ സ്ഥാപനങ്ങൾക്കും നൽകുന്ന വായ്പയാണ് പണവായ്പ എന്ന് പറയുന്നത്. അപ്പം ബാങ്കുകൾ ഏതൊക്കെ ആവശ്യങ്ങൾക്കായിരിക്കും ജനങ്ങൾക്ക് പണവായ്പ നൽകുക? കൃഷി ആവശ്യങ്ങൾക്ക് നൽകും, അതുപോലെ വ്യവസായ ആവശ്യങ്ങൾക്ക്, വീട് നിർമ്മിക്കാൻ, വാഹനങ്ങൾ വാങ്ങാൻ, വീട്ടുപകരണങ്ങൾ വാങ്ങാനൊക്കെ കൊടുക്കും. വാണിജ്യ ബാങ്കുകൾ വ്യക്തികൾക്ക് നൽകുന്ന മറ്റൊരു തരം വായ്പയാണ് ഓവർ ഡ്രാഫ്റ്റ്. അപ്പം ക്യാഷ് ക്രെഡിറ്റ് ഏത് തരം വായ്പയാണ് എന്ന് പറഞ്ഞ് ഈട് വെച്ചിട്ട് ഉള്ള വായ്പയാണ് ക്യാഷ് ക്രെഡിറ്റ്. ഇനി വാണിജ്യ ബാങ്കുകൾ വ്യക്തികൾക്ക് നൽകുന്ന മറ്റൊരു തരം വായ്പയാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ പണം പിൻവലിക്കാനുള്ള അവസരമാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ബാങ്കുമായി തുടർച്ചയായിട്ട് ഇടപാടുകൾ നടത്തുന്ന വ്യക്തികൾക്കാണ് ബാങ്ക് ഈ സൗകര്യം നൽകുക, ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം നൽകുക. സാധാരണയായിട്ട് പ്രചലിത നിക്ഷേപമുള്ളവർക്കാണ് ഈ ഒരു അവസരം നൽകുന്നത്. ഓവർ ഡ്രാഫ്റ്റിന് ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, ഒരു വ്യക്തിയുടെ അക്കൗണ്ടിൽ ആകെയുള്ള പണം 10,000 രൂപ എന്നും ആ വ്യക്തിക്ക് 12,000 രൂപ ആവശ്യമായിട്ട് വരുന്നുവെന്നും കരുതുക. അങ്ങനെയാണെങ്കിൽ ബാങ്ക് 12,000 രൂപ നൽകും. അധികമായിട്ട് നൽകിയ 2,000 രൂപയാണ് ഓവർ ഡ്രാഫ്റ്റ്. അധിക തുകയ്ക്ക് ബാങ്ക് പലിശ ഈടാക്കും. ഈ 2,000 രൂപ ഓവർ ഡ്രാഫ്റ്റായിട്ട് നൽകിയ ഈ തുകയ്ക്ക് ബാങ്ക് പലിശ ഈടാക്കും. ഇനി ബാങ്കുകളുടെ അടിസ്ഥാന ധർമ്മങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ അതൊക്കെ പട്ടികയിൽ ആക്കി പട്ടികയിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബാങ്കിൻ്റെ അടിസ്ഥാന ധർമ്മങ്ങൾ നിക്ഷേപം സ്വീകരിക്കലും വായ്പ നൽകലുമാണ്. വിവിധ തരം നിക്ഷേപങ്ങൾ നമ്മൾ പഠിച്ചു. പ്രചലിത നിക്ഷേപം, ഫിക്സഡ് ഡിപ്പോസിറ്റ്, അങ്ങനെ 4 തരത്തിലുള്ളത്. പിന്നെ അതിൻ്റെ സവിശേഷതകൾ പഠിച്ചു. അതുപോലെ വായ്പ നൽകുകൾ 2 തരത്തിലുള്ള വായ്പ നൽകൽ നമ്മൾ പഠിച്ചു, ക്യാഷ് ക്രെഡിറ്റും ഓവർ ഡ്രാഫ്റ്റും. അപ്പോൾ അതിൻ്റെ സവിശേഷതകളും എഴുതി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ബാങ്കുകൾ നൽകുന്ന മറ്റ് സൗകര്യങ്ങളും സേവനങ്ങളുമാണ് ഇനി നോക്കുന്നത്. ബാങ്കുകൾ അടിസ്ഥാന ധർമ്മങ്ങൾ നിർവഹിക്കുന്നതിനോടൊപ്പം മറ്റ് ചില സൗകര്യങ്ങളും സേവനങ്ങളും പൊതുജനങ്ങൾക്ക് നൽകുന്നുണ്ട്. വാണിജ്യ ബാങ്കുകൾ പൊതുജനങ്ങൾക്ക് നൽകുന്ന ചില സേവനങ്ങളും സൗകര്യങ്ങളുമാണ് ഇനി പറയുന്നത്. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ, സ്വർണം, അതുപോലെ സ്ഥലത്തിൻ്റെ ആധാരം മുതലായവ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുന്നതിനുള്ള ലോക്കർ സൗകര്യം മിക്ക ബാങ്കുകളും നൽകുന്നുണ്ട്. സാധനങ്ങൾ സുരക്ഷിതമായിട്ട് വെച്ചിട്ടുള്ള ലോക്കറിൻ്റെ ഒരു താക്കോൽ ഉടമസ്ഥനും ഒന്ന് ബാങ്കിലും സൂക്ഷിക്കും. 2 പേരും കൂടി ചേർന്നാൽ മാത്രമേ ലോക്കർ തുറക്കാനാവുകയുള്ളൂ. ഈ സൗകര്യം അനുവദിക്കുന്നതിന് ഇടപാടുകാരിൽ നിന്ന് ഒരു നിശ്ചിത തുക സർവീസ് ചാർജായിട്ട് ഈടാക്കുകയും ചെയ്യും. പണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാൻ ബാങ്കുകൾ ഒരുക്കുന്ന സൗകര്യമാണ് ഇനി ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇതിന് അക്കൗണ്ട് വേണമെന്നില്ല. അപ്പം ബാങ്കുകൾ ഒരുക്കുന്ന മറ്റൊരു സേവനമാണ് അല്ലെങ്കിൽ ഒരു സൗകര്യമാണ് പണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാനായിട്ട് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു സൗകര്യം. അപ്പോൾ ഇതിന് അക്കൗണ്ട് വേണമെന്ന് ഇല്ല. ബാങ്ക് നൽകുന്ന ഈ സേവനത്തിനായി ബാങ്കിൽ നൽകേണ്ട അപേക്ഷാ ഫോം, ബാങ്ക് നൽകുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റിൻ്റെ മാതൃക, ഇതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും സ്വന്തം അക്കൗണ്ടിലേക്കോ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കോ പണം അയക്കുന്നതിന് ബാങ്ക് അവസരം നൽകുന്നുണ്ട്. ഈ ഒരു സേവനത്തെ മെയിൽ ട്രാൻസ്ഫർ എന്നാണ് പറയുന്നത്. മെയിൽ ട്രാൻസ്ഫറിനേക്കാൾ വേഗത്തിൽ സന്ദേശത്തിലൂടെ പണം അയക്കാൻ ബാങ്ക് ഏർപ്പെട്ടിട്ടുള്ള മറ്റൊരു സംവിധാനമാണ് ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പം മെയിൽ ട്രാൻസ്ഫർ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും സ്വന്തം അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കോ പണം അയക്കുന്നതിന് ബാങ്ക് അവസരം നൽകുന്നു. ഈ ഒരു സേവനമാണ് മെയിൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. മെയിൽ ട്രാൻസ്ഫറിനേക്കാളും വേഗത്തിൽ സന്ദേശത്തിലൂടെ പണം അയക്കാൻ സാധിക്കുന്നതാണ് ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ബാങ്കിൽ പോകാതെ ഏത് സമയത്തും പണം പിൻവലിക്കാനായിട്ടുള്ള സംവിധാനമാണ് ATM, ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ വഴി ലഭ്യമാക്കുന്നത്. അപ്പം ATM വഴി നമുക്ക് ബാങ്കിൽ പോകാതെ തന്നെ ഏത് സമയത്തും പണം പിൻവലിക്കാം. ഇന്ന് മിക്ക ബാങ്കുകൾക്കും ഈ ഒരു സൗകര്യമുണ്ട്. ഇപ്പോൾ ചില ബാങ്കുകളുടെ ATM വഴി പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും അവസരമുണ്ട്.
പിൻവലിക്കാൻ മാത്രമല്ല, പണം പിൻവലിക്കാൻ മാത്രമല്ല നിക്ഷേപിക്കാനുമുള്ള അവസരമുണ്ട്. ഇതിനായിട്ട് ബാങ്ക് നൽകുന്നത് ATM ഡെബിറ്റ് കാർഡ് ആണ്. ഇനി ATM കാർഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? കൗണ്ടറിൽ മറ്റാരും ഇല്ലെന്ന് ഉറപ്പാക്കുക. അതുപോലെ ATM പിൻ നമ്പർ മറ്റൊരാൾക്കും നൽകാതിരിക്കുക. പണം പിൻവലിച്ചതിന് ശേഷം രസീത് സ്വീകരിച്ച് ബാക്കി പണം ഉറപ്പാക്കുക. അതുപോലെ ഈ രസീത് അലക്ഷ്യമായിട്ട് വലിച്ച് എറിയാതിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പണം കയ്യിൽ സൂക്ഷിക്കാതെ സാധനങ്ങൾ വാങ്ങാൻ സഹായിക്കുന്ന ക്രെഡിറ്റ് കാർഡ് സംവിധാനം ബാങ്ക് ഒരുക്കുന്നുണ്ട്. അപ്പം ATM ഡെബിറ്റ് കാർഡ് മാത്രമല്ല, പിന്നെ പണം കയ്യിൽ സൂക്ഷിക്കാതെ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി സഹായിക്കുന്നതാണ് ക്രെഡിറ്റ് കാർഡ് സംവിധാനം. ക്രെഡിറ്റ് കാർഡ് എന്നത് ഒരു പ്ലാസ്റ്റിക് കാർഡാണ്. അക്കൗണ്ടിൽ പണം ഇല്ലാതെയും ഇതുപയോഗിച്ച് നമുക്ക് സാധനങ്ങളും സേവനങ്ങളും വാങ്ങാനായിട്ട് കഴിയും. നിശ്ചിത ദിവസത്തിനുള്ളിൽ പണം ബാങ്കിൽ നിക്ഷേപിച്ചാൽ മതിയാകും. ഇതിന് ബാങ്ക് അക്കൗണ്ട് അനിവാര്യമാണ്. അപ്പോൾ ഇതിന് ബാങ്ക് അക്കൗണ്ട് വേണം. ഇനി നിക്ഷേപകരുടെ ഇൻഷുറൻസ് പ്രീമിയം, ടെലിഫോൺ ചാർജ്, വൈദ്യുതി ചാർജ് മുതലായവ അടയ്ക്കുന്നതിനും മൊബൈൽ റീചാർജ് ചെയ്യുന്നതിനും യാത്രാ ടിക്കറ്റുകൾ എടുക്കുന്നതിനുമുള്ള സേവനങ്ങൾ ബാങ്കുകൾ നൽകുന്നുണ്ട്. ആദ്യകാലത്ത് ട്രഷറികളിൽ കൂടി മാത്രം നടന്നിരുന്ന ഈ ചില സർക്കാർ പണമിടപാടുകൾ ഇപ്പോൾ ബാങ്കുകളിലൂടെ നടന്നു വരുന്നുണ്ട്. സർവീസിൽ നിന്ന് വിരമിച്ച വ്യക്തികൾക്ക് അവരുടെ പെൻഷൻ തുക ബാങ്ക് വഴി നൽകുന്നുണ്ട്. ഇത്തരം സേവനങ്ങൾ ജനങ്ങൾക്ക് നൽകുമ്പോൾ ബാങ്കുകൾ ഒരു നിശ്ചിത തുക സർവീസ് ചാർജായിട്ടോ കമ്മീഷനായിട്ടോ ഒക്കെ ഈടാക്കുകയും ചെയ്യും. ഇനി സാങ്കേതിക മികവോടെ സേവനം നൽകുന്ന ബാങ്കുകളുടെ നൂതന സവിശേഷതകളാണ് നോക്കുന്നത്. ആദ്യം നോക്കുന്നത് ബാങ്കിങ്, ഇലക്ട്രോണിക് ബാങ്കിങ് ആണ്. ബാങ്കുകൾ കമ്പ്യൂട്ടർവൽക്കരിക്കുകയും ATM സൗകര്യം ലഭ്യമാക്കുകയും വഴി ബാങ്കിങ് സേവനം ഏത് ബാങ്ക് വഴിയും ലഭിക്കുന്നത് എളുപ്പമായി. നെറ്റ് ബാങ്കിങ്ങിലൂടെയും അതുപോലെ ടെലി ബാങ്കിങ്ങിലൂടെയും എല്ലാവിധ ഇടപാടുകളും നടത്താൻ കഴിയുന്ന രീതിയെയാണ് ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പം ബാങ്കുകൾ കമ്പ്യൂട്ടർവൽക്കരിച്ചു, അതുപോലെ ATM സൗകര്യങ്ങൾ ലഭ്യമാക്കി. ഇതുവഴി ബാങ്കിങ് സേവനം ഏത് ബാങ്ക് വഴിയും ലഭിക്കുന്നത് എളുപ്പമായി. നെറ്റ് ബാങ്കിങ്ങിലൂടെ അതുപോലെ ടെലി ബാങ്കിങ്ങിലൂടെയും ഒക്കെ എല്ലാവിധ ഇടപാടുകളും നടത്താൻ വേണ്ടി കഴിയുന്ന രീതിയെയാണ് ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് വിളിക്കുന്നത്. എല്ലാ സമയത്തും ബാങ്കിങ്, എല്ലായിടത്തും ബാങ്കിങ്, നെറ്റ് ബാങ്കിങ്, മൊബൈൽ ഫോണിലൂടെയുള്ള ബാങ്കിങ് എന്നിവ ഇലക്ട്രോണിക് ബാങ്കിങ്ങിൻ്റെ ഭാഗമാണ്. ബാങ്കിങ് ഉപകരണങ്ങളുടെയോ ഉദ്യോഗസ്ഥരുടെയോ സഹായം ഇതിന് ആവശ്യമില്ല. അപ്പോൾ ബാങ്കിങ് ഉപകരണങ്ങളുടെ അതുപോലെ അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ സഹായമൊന്നും ഇതിന് ആവശ്യമില്ല. ബാങ്ക് അക്കൗണ്ടും നെറ്റ് ബാങ്കിങ് സൗകര്യവും മാത്രം മതിയാകും. ഇത് എന്തിനൊക്കെയാണ് സഹായകമാകുക? വീട്ടിൽ നിന്ന് തന്നെ ലോകത്തെവിടെയും പണം അയക്കാനും ബില്ലുകൾ അടയ്ക്കാനും നമുക്ക് കഴിയും. കുറഞ്ഞ സമയം മതിയാവും. ഇതിനുള്ള സർവീസ് ചാർജ് കുറവാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ സവിശേഷതകളെന്ന് പറയുന്നത്. ഇനി കോർ ബാങ്കിങ്. കോർ ബാങ്കിങ് എന്ന് വെച്ചാൽ സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച് ബാങ്കിങ് എന്നാണ് കോറിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. എല്ലാ ബാങ്കുകളുടെയും ശാഖകൾ ഒരു സെൻട്രൽ സെർവറിൻ്റെ കീഴിൽ കൊണ്ടുവന്ന ബാങ്കിങ് സേവനങ്ങൾ ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് സാധ്യമാകുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ള സൗകര്യത്തെയാണ് കോർ ബാങ്കിങ് എന്ന് പറയുന്നത്. സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച് ബാങ്കിങ് ആണ്. എല്ലാ ബാങ്കുകളുടെയും ശാഖകൾ ഒരു സെൻട്രൽ സെർവറിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് ബാങ്കിങ് സേവനങ്ങൾ ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് സാധ്യമാക്കുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ള സൗകര്യത്തെയാണ് കോർ ബാങ്കിങ് എന്ന് പറയുന്നത്. ഇതുവഴി ATM, ഡെബിറ്റ് കാർഡ്, അതുപോലെ ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, ടെലി ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ് എന്നിവയെല്ലാം ഒരു കുടക്കീഴിൽ വന്നു. ഇതോടെ ബാങ്കിങ് ഇടപാടുകൾ ലളിതമായി. ഈ സൗകര്യം ഉപയോഗിച്ച് ഒരു സ്ഥലത്ത് ഉള്ള വ്യക്തിക്ക് മറ്റ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം മറ്റൊരു സ്ഥലത്തുള്ള തൻ്റെ സുഹൃത്തിൻ്റെ ബാങ്കിലെ അക്കൗണ്ടിലേക്ക് അയക്കാനായിട്ട് കഴിയും. ഇനി സഹകരണ ബാങ്കുകളെ പറ്റിയാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് വാണിജ്യ ബാങ്കുകളെ പറ്റിയാണ്. ഇനി സഹകരണ ബാങ്കുകളുടെ സവിശേഷതകളൊക്കെയാണ്, ധർമ്മങ്ങളൊക്കെയാണ് നോക്കുന്നത്. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്നതാണ് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്നത് സഹകരണം, സ്വയം സഹായം, അതുപോലെ പരസ്പര സഹായം എന്നുള്ളതാണ്.
സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് ഗ്രാമീണർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് സഹകരണ ബാങ്കിൻ്റെ ലക്ഷ്യം. സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് ഗ്രാമീണർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് സഹകരണ ബാങ്കിൻ്റെ പ്രധാന ലക്ഷ്യം. കൃഷിക്കാർ, കൈത്തൊഴിലുകാർ, ചെറുകിട വ്യവസായികൾ തുടങ്ങിയവരാണ് സഹകരണ ബാങ്കിൽ നിന്ന് കൂടുതൽ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. ഇനി സഹകരണ ബാങ്കിൻ്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? പ്രധാന ഉദ്ദേശങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ജനങ്ങൾക്ക് വായ്പ നൽകുക, സ്വകാര്യ പണമിടപാട് നടത്തുന്ന വ്യക്തികളിൽ നിന്ന് ഗ്രാമീണരെ രക്ഷിക്കുക, കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുക, ജനങ്ങളിൽ സമ്പാദ്യശീലം വളർത്തുക എന്നൊക്കെയാണ് സഹകരണ ബാങ്കുകളുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി സഹകരണ ബാങ്കുകളുടെ വിവിധ തലങ്ങളാണ് ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? പ്രാഥമിക സഹകരണ ബാങ്കുകൾ, ജില്ലാ സഹകരണ ബാങ്കുകൾ, സംസ്ഥാന സഹകരണ ബാങ്ക്. പ്രാഥമിക സഹകരണ ബാങ്ക് എന്താണ്? ഗ്രാമങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. പ്രവർത്തന പ്രദേശത്തിൻ്റെ പരിധിക്കുറവ്, ഗ്രാമീണരുടെ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുന്നു, ഗ്രാമീണർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുന്നു. ഇനി ജില്ലാ സഹകരണ ബാങ്കുകൾ എന്താണ്? ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. അതെന്താണ്? പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് സഹായ ഉപദേശവും നൽകുന്നു. ഇനി എന്താണ്? സംസ്ഥാന സഹകരണ ബാങ്ക്. സംസ്ഥാനത്തെ സഹകരണ രംഗത്തെ ഉയർന്ന ഘടകമാണ് സംസ്ഥാന സഹകരണ ബാങ്ക്. ജില്ലാ സഹകരണ ബാങ്കുകളും പ്രാഥമിക സഹകരണ ബാങ്കിനും സാമ്പത്തിക സഹായം നൽകുന്നു. ഇനി സഹകരണ ബാങ്ക് അതിൻ്റെ അടിസ്ഥാന ധർമ്മങ്ങൾ നിർവഹിക്കുന്നതിനോടൊപ്പം തന്നെ ഗ്രാമീണ മേഖലയിലും അതുപോലെ നഗരങ്ങളിലും ഗ്രാമീണ മേഖലയിലും അതുപോലെ നഗരങ്ങളിലും വസിക്കുന്ന വ്യക്തികൾക്ക് പലതരത്തിലുള്ള വായ്പകളും അനുവദിക്കുന്നുണ്ട്. നമ്മൾ ഇതുവരെ നോക്കിയത് വാണിജ്യ ബാങ്കിൻ്റെ സവിശേഷതകൾ, അതുപോലെ ധർമ്മങ്ങൾ നോക്കി, അതുപോലെ സഹകരണ ബാങ്കിൻ്റെ നോക്കി. ഇനി നോക്കുന്നത് വികസന ബാങ്കിൻ്റെ ധർമ്മങ്ങൾ, അതുപോലെ സവിശേഷതകളാണ്. വ്യവസായശാലകളുടെ സാങ്കേതികവൽക്കരണം, നവീകരണം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത്തരം ബാങ്കുകൾ ദീർഘകാല വായ്പകൾ നൽകി സഹായിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് വ്യവസായശാലകളുടെ സാങ്കേതികവൽക്കരണം, നവീകരണം ഒക്കെയാണ്. ഇതിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി വായ്പകൾ നൽകുന്നു. ഇപ്പോൾ കാർഷിക രംഗത്ത്, വാണിജ്യ രംഗത്ത് ഒക്കെ ഈ ബാങ്കുകൾ വായ്പകൾ നൽകുന്നുണ്ട്. കാർഷിക രംഗത്ത്, വാണിജ്യ രംഗത്ത്, വ്യവസായശാലകളുടെ സാങ്കേതികവൽക്കരണത്തിന്, നവീകരണത്തിനൊക്കെ വേണ്ടി ഇത് വായ്പകൾ നൽകുന്നുണ്ട്. വികസന ബാങ്കുകളുടെ ചില പ്രധാന സവിശേഷതകളാണ് ഇനി നോക്കുന്നത്. വിവിധ മേഖലകളുടെ വികസനത്തിന് സഹായിക്കുന്ന ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നു. കൃഷി, വ്യവസായം, വാണിജ്യം ഇതിൻ്റെയൊക്കെ വികസനത്തിന് സഹായിക്കുന്ന ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ വീട് നിർമ്മാണം, ചെറുകിട വ്യവസായം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്ക് വായ്പ നൽകുന്നു. ഇന്ത്യയിലെ വികസന ബാങ്കുകൾക്ക് ഉദാഹരണമാണ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അപ്പം ഒരു വികസന ബാങ്കിന് ഉദാഹരണം എഴുതാൻ പറഞ്ഞാൽ എന്താണ്? ഉദാഹരണം ഏതാണ്? ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, IFCI ആണ്. ഇനി നമ്മൾ നാലാമത്തെ ടൈപ്പായിട്ടുള്ള സവിശേഷ ബാങ്കുകളെ പറ്റി, സ്പെഷ്യലൈസ്ഡ് ബാങ്കിനെ പറ്റിയാണ് നോക്കുന്നത്. ചില പ്രത്യേക മേഖലകളുടെ വികസനത്തിന് മാത്രമായിട്ട് സാമ്പത്തിക സഹായം നൽകുന്ന സ്ഥാപനങ്ങളാണ് സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ്. ഒരു സംരംഭം തുടങ്ങുന്നതിനുള്ള എല്ലാ സഹായവും ഇത്തരം ബാങ്കുകൾ ചെയ്തു വരുന്നു. അപ്പം നമുക്ക് ചില സവിശേഷ ബാങ്കുകളും അവയുടെ സവിശേഷതകളും നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യയെ പറ്റിയാണ്. എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യയെ പറ്റിയാണ്. ഇതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനും വായ്പ നൽകുന്നു. ഈ മേഖലകളിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. അപ്പം എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സവിശേഷത എന്തൊക്കെയാണ്? ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിന് ഇറക്കുമതി ചെയ്യുന്നതിനും വായ്പ നൽകുന്നു. ഇനി ഈ മേഖലകളിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് സിഡ്ബിയെ പറ്റിയാണ്. ഇന്ത്യൻ ചെറുകിട വ്യവസായ വികസന ബാങ്ക്. എന്തൊക്കെയാണ് സവിശേഷതകൾ? പുതിയ ചെറുകിട വ്യവസായം തുടങ്ങാനും വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കാനും സഹായം നൽകുന്നു. ചെറുകിട വ്യവസായം തുടങ്ങാൻ, വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കാൻ ഉള്ള സഹായം നൽകുന്നു. ഗ്രാമീണ വ്യവസായത്തെ ഉണർത്തുകയാണ് ലക്ഷ്യം. ഗ്രാമീണ വ്യവസായത്തെ ഉണർത്തുന്നതിന് വേണ്ടിയുള്ള സവിശേഷ ബാങ്ക് ഏതാണ്? സിഡ്ബിയാണ്. ഇനി നബാർഡിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബാങ്കാണ് നബാർഡ്. ഗ്രാമീണ വികസനത്തിന് അതുപോലെ കാർഷിക വികസനത്തിന് ഇതിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബാങ്കാണ് നബാർഡ്. ഗ്രാമീണ വികസനത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ബാങ്കുകളെ ഏകോപിപ്പിക്കുന്ന ബാങ്കാണ് ഇത്. കൃഷി, കൈത്തൊഴിൽ,
ചെറുകിട വ്യവസായം തുടങ്ങിയവയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്നു. പ്രത്യേക ലക്ഷ്യത്തോടെ ബാങ്കിംഗ് രംഗത്തേക്ക് പുതുതായിട്ട് ചില ബാങ്കുകൾ കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് വന്ന ബാങ്കുകൾ ഏതൊക്കെയാണ്? അതിൽ പ്രധാനപ്പെട്ട ബാങ്കുകളാണ് മഹിളാ ബാങ്കുകൾ, പേയ്മെൻറ്റ് ബാങ്കുകൾ, മുദ്രാ ബാങ്കൊക്കെ. ഇതൊക്കെ പ്രത്യേക ലക്ഷ്യത്തോടെ കടന്നു വന്നിട്ടുള്ളതാണ്. മുദ്രയുടെ ഫുൾ ഫോം എന്താണ്? മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി ബാങ്ക് എന്നുള്ളതാണ്. 2013 നവംബറിൽ ആരംഭിച്ച ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക്. അപ്പോൾ ചോദിച്ചിട്ടുണ്ട്, ഭാരതീയ മഹിളാ ബാങ്ക് ആരംഭിച്ച വർഷം എന്നാണ്? 2013 നവംബറിലാണ്. വനിതാ ശാക്തീകരണം, ഇന്ത്യയുടെ ശാക്തീകരണം എന്നതായിരുന്നു ഇതിൻ്റെ മുദ്രാവാക്യം. അതും ചോദിച്ചിട്ടുള്ളതാണ്. ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ മുദ്രാവാക്യം എന്താണ്? വനിതാ ശാക്തീകരണം, ഇന്ത്യയുടെ ശാക്തീകരണം എന്നുള്ളതാണ്. എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കുമ്പോൾ ഈ ബാങ്ക് വായ്പ നൽകുന്നത് കൂടുതലും വനിതകൾക്കായിരുന്നു. എന്നാൽ ഭാരതീയ മഹിളാ ബാങ്ക് ഇപ്പോൾ എന്താണ്? SBIയിൽ ലയിക്കപ്പെട്ടു. 2017 ഏപ്രിൽ 1 ലയിച്ചു എന്ന് നമ്മൾ പഠിച്ചു. ഇനി കുറഞ്ഞ വരുമാനക്കാരെയും ചെറുകിട വ്യവസായികളെയും കുടിയേറ്റ തൊഴിലാളികളെയും സഹായിക്കാനായിട്ട് രൂപം കൊണ്ടവയാണ് പേയ്മെൻറ്റ് ബാങ്കുകൾ. കുറഞ്ഞ വരുമാനക്കാർ, അതുപോലെ ചെറുകിട വ്യവസായികൾ, കുടിയേറ്റ തൊഴിലാളികൾ, ഇവരെയൊക്കെ സഹായിക്കുന്നതിന് വേണ്ടി രൂപം കൊണ്ടവയാണ് പേയ്മെൻറ്റ് ബാങ്കുകൾ. ഇവ ബാങ്ക് നൽകുന്ന സേവനങ്ങൾ പൂർണ്ണമായിട്ടും നൽകുന്നില്ല. ഇവയുടെ സവിശേഷതകളാണ് ഇനി നോക്കുന്നത്. 1 ലക്ഷം രൂപ മാത്രമേ വ്യക്തിയിൽ നിന്ന് നിക്ഷേപമായിട്ട് സ്വീകരിക്കുകയുള്ളൂ. 1 ലക്ഷം രൂപ വരെ മാത്രമേ വ്യക്തിയിൽ നിന്ന് നിക്ഷേപമായിട്ട് സ്വീകരിക്കുകയുള്ളൂ. അതുപോലെ നിക്ഷേപങ്ങൾക്ക് ഭാരതീയ റിസർവ് ബാങ്ക് നിശ്ചയിച്ചിട്ടുള്ള പലിശ നൽകുന്നു. ഇവ വായ്പ നൽകുന്നില്ല. എന്താണ്? പേയ്മെൻറ്റ് ബാങ്കുകൾ വായ്പ നൽകുന്നില്ല. അതുപോലെ ബാങ്ക് ഇടപാടുകൾക്ക് നിശ്ചിത ഫീസ് കമ്മീഷനായിട്ട് ഈടാക്കുകയും ചെയ്യും. ഡെബിറ്റ് കാർഡ് നൽകും, ക്രെഡിറ്റ് കാർഡ് നൽകില്ല. പേയ്മെൻറ്റ് ബാങ്കുകൾ എന്താണ്? ഡെബിറ്റ് കാർഡ് മാത്രമേ നൽകത്തുള്ളൂ, ക്രെഡിറ്റ് കാർഡ് നൽകില്ല. എന്താണ്? ഇവർ വായ്പ നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി ചെറുകിട വായ്പ നൽകുന്നതിനായി അടുത്ത കാലത്ത് അനുവദിച്ച മറ്റൊരു ബാങ്കാണ് മുദ്രാ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ കാര്യം പറഞ്ഞു. ഇനി പറയുന്നത് മുദ്രാ ബാങ്ക് എന്താണ്? ചെറുകിട വായ്പ നൽകുന്നതിനായിട്ട് അടുത്ത കാലത്ത് അനുവദിച്ച ബാങ്കാണ്. ചെറുകിട സംരംഭകർക്കും അതുപോലെ മൈക്രോ ഫിനാൻസിനും മുദ്രാ ബാങ്ക് സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. ആർക്കൊക്കെയാണ്? ചെറുകിട സംരംഭകർക്ക്, അതുപോലെ മൈക്രോ ഫിനാൻസിന്. ഇനി സാമ്പത്തിക രംഗത്ത് പ്രവർത്തിക്കുന്ന ബാങ്കുകൾ നമ്മളിപ്പം പറഞ്ഞു. ഇവയ്ക്ക് പുറമെ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്. ഈ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളെ പറ്റിയാണ് നോക്കുന്നത്. ധനകാര്യ രംഗത്ത് പ്രവർത്തിക്കുകയും ബാങ്ക് നൽകുന്ന എല്ലാ ധർമ്മങ്ങളും നിർവഹിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ. നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, വായ്പകൾ നൽകുക എന്നീ അടിസ്ഥാന ധർമ്മങ്ങൾ ഇവ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ്? ചെക്ക് ഉപയോഗിച്ച് പണം പിൻവലിക്കൽ, അതുപോലെ മെയിൽ ട്രാൻസ്ഫർ, ലോക്കർ എന്നീ സേവനങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കത്തില്ല. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പ്രധാന ബാങ്ക് ഇതര സ്ഥാപനങ്ങളും അവയുടെ പ്രവർത്തനങ്ങളുമാണ് ഇനി നോക്കുന്നത്. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളാണ് ഇവ. 1936 കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇവ ബാങ്കുകളുടെ അടിസ്ഥാന ധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട്. ഇത്തരം സ്ഥാപനങ്ങൾ നൽകുന്ന പ്രധാന സേവനങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഈ നോക്കുന്നത്. എന്തൊക്കെയാണ്? ഹയർ പർച്ചേസിന് വായ്പ നൽകുന്നു, അതുപോലെ വീട് നിർമ്മാണത്തിന്, സ്വർണ്ണ പണയത്തിന്മേൽ, സ്ഥിര നിക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒക്കെ വായ്പ നൽകുന്നുണ്ട്, ചിട്ടികൾ നടത്തുന്നു. കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാന ബാങ്ക് ഇതര ധനകാര്യ കമ്പനിയാണ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് അല്ലെങ്കിൽ KSFE എന്ന് പറയുന്നത്. KSFE കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാന ബാങ്ക് ഇതര ധനകാര്യ കമ്പനിയാണ്. ഇനി നോക്കുന്നത് നമ്മൾ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങളെ പറ്റിയാണ്. മ്യൂച്വൽ ഫണ്ട് എന്നത് ഒരു നിക്ഷേപ മാർഗമാണ്. സാധാരണക്കാർക്ക് നേരിട്ട് ഓഹരി കമ്പോളത്തിൽ പ്രവർത്തിക്കാൻ പലപ്പോഴും കഴിയാറില്ല. ഈ പരിമിതി മറികടക്കാൻ വേണ്ടി മ്യൂച്വൽ ഫണ്ട് സംവിധാനത്തിലൂടെ കഴിയും. നിക്ഷേപകരിൽ നിന്ന് പണം സമാഹരിച്ച് ഓഹരി കമ്പോളത്തിലും അതുപോലെ കടപ്പത്രങ്ങൾ, അടിസ്ഥാന വികസന മേഖല എന്നിവയിലും നിക്ഷേപിക്കുന്നു. ഇതിലൂടെ ലഭിക്കുന്ന ലാഭം അഥവാ നഷ്ടം
നിക്ഷേപകർക്ക് വീതിച്ച് നൽകുകയാണ് ചെയ്യുന്നത്. ലാഭമായാലും നഷ്ടമായാലും എന്താണ്, നിക്ഷേപകർക്ക് വീതിച്ച് നൽകും. സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലും ഇപ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ് ഇനി പറയുന്നത്. ഏതൊക്കെയാണ്? UTI യുണൈറ്റഡ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, അതുപോലെ LIC-MF ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ മ്യൂച്വൽ ഫണ്ട്, അതുപോലെ SBI മ്യൂച്വൽ ഫണ്ട്. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ബാങ്കിതര സ്ഥാപനങ്ങളെ പറ്റിയാണ്. ഇപ്പോൾ പറഞ്ഞത് എന്താണ്? മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങളെ പറ്റിയാണ്. ഇനി പറയാൻ പോകുന്നത് ഇൻഷുറൻസ് കമ്പനികളെ പറ്റിയാണ്. പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിൽ വ്യക്തിയുടെ ജീവനും ആരോഗ്യവും സംരക്ഷിക്കുന്നതിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രധാന സ്ഥാപനമാണ് LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപകടം, പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയവ മൂലം വ്യക്തികൾക്കുണ്ടാകുന്ന നഷ്ടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികളും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ജനറൽ ഇൻഷുറൻസ് കമ്പനിയും അതിൻ്റെ 4 അനുബന്ധ കമ്പനികളുമാണ് പൊതുമേഖലാ രംഗത്ത് പ്രവർത്തിക്കുന്ന നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ. അപ്പോൾ പൊതുമേഖലാ രംഗത്ത് പ്രവർത്തിക്കുന്ന നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾക്ക് ഉദാഹരണമാണ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയും അതിൻ്റെ 4 അനുബന്ധ കമ്പനികളും. ഇനി എന്തൊക്കെയാണ് ഇൻഷുർ ചെയ്യാവുന്നത് എന്നുള്ളതാണ് ഇനി നോക്കുന്നത്. അത് നമ്മൾ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. വ്യക്തിയുടെ ജീവൻ, സ്വത്തുക്കൾ, വാഹനങ്ങൾ, സ്ഥാപനങ്ങളിലെ വസ്തുവകകൾ, കാർഷിക വിളകൾ, കയറ്റുമതി ഉൽപ്പന്നങ്ങൾ, താൽക്കാലിക സംരംഭങ്ങൾ എന്ന് വെച്ചാൽ സർക്കസ്, വിപണന മേള, ഇതൊക്കെ എന്താണ്? ഇൻഷുർ ചെയ്യാവുന്നവയാണ്. ഇനി നോക്കുന്നത് മൈക്രോ ഫിനാൻസിനെ പറ്റിയാണ്. സാധാരണക്കാർക്ക് ലഘു വായ്പയെ ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള സാമ്പത്തിക സേവനങ്ങൾ നൽകുക എന്നതാണ് മൈക്രോ ഫിനാൻസിൻ്റെ ലക്ഷ്യം. സാധാരണക്കാർക്ക് ലഘു വായ്പ ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള സാമ്പത്തിക സേവനങ്ങൾ നൽകുക എന്നതാണ്. സമൂഹത്തിലെ താഴ്ന്ന വരുമാനക്കാരിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും ഇത് സഹായിക്കും. കേരളത്തിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ, പുരുഷ സ്വയം സഹായ സംഘങ്ങൾ, ഇതൊക്കെ മൈക്രോ ഫിനാൻസിന് ഉദാഹരണങ്ങളാണ്. കുടുംബശ്രീ, പുരുഷ സ്വയം സഹായ സംഘങ്ങളൊക്കെ മൈക്രോ ഫിനാൻസിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് നോക്കാം. പ്രധാന ലക്ഷ്യങ്ങൾ: വ്യക്തികളിൽ നിന്നും പണം സമാഹരിച്ചിട്ട് കൂട്ടായ സാമ്പത്തിക വികസനത്തിന് സഹായിക്കുന്നു. പാവപ്പെട്ടവരുടെ ജീവിത നിലവാരം ഉയർത്താൻ സഹായിക്കുന്നു. സമ്പാദ്യശീലം വളർത്തുന്നു. വ്യക്തിഗത കഴിവുകൾ ഗ്രൂപ്പ് വികസനത്തിന് പ്രയോജനപ്പെടുത്തുന്നു. അംഗങ്ങൾക്ക് ആവശ്യ സമയത്ത് വായ്പ നൽകുന്നു. ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുന്നു. ഒരു പ്രദേശത്തെ സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ ഒത്തുചേർന്ന ചെറിയ സംഘങ്ങൾ രൂപീകരിക്കുന്നു. ഇത് സാധാരണയായിട്ട് 20 അംഗങ്ങളിൽ കൂടാറില്ല. മൈക്രോ ഫിനാൻസ് എന്താണ് എന്നാണ് പറയുന്നത്. അപ്പം ഒരു പ്രദേശത്തെ സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ ഒത്തുചേർന്ന് ചെറിയ സംഘങ്ങളായിട്ട് രൂപീകരിക്കുന്നു. ഇതെന്താണ്? 20 അംഗങ്ങളിൽ കൂടാറില്ല. ഓരോ അംഗവും നിശ്ചിത തുക സംഘത്തിൽ നിക്ഷേപിക്കുന്നു. ബാങ്കുകൾ ഈ സംഘങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ നൽകുന്നു. ഇങ്ങനെ അംഗങ്ങളിൽ നിന്ന് സമാഹരിക്കുന്ന തുകയും കുറഞ്ഞ നിരക്കിൽ ബാങ്കുകൾ നൽകുന്ന വായ്പകളുമാണ് ഇവയുടെ പ്രവർത്തന മൂലധനം എന്ന് പറയുന്നത്. ഈ തുക ആവശ്യമുള്ള അംഗങ്ങൾക്ക് വായ്പയായിട്ട് നൽകുന്നു. ഈ മൂലധനം ഉപയോഗിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ ധാരാളം ചെറുകിട യൂണിറ്റുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. പ്രാദേശിക ഇടപാടുകാരിൽ നിന്ന് പാവപ്പെട്ടവരെ രക്ഷിക്കാൻ സ്വയം സഹായ സംഘങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ കഴിയുന്നു. കേരളത്തിൽ ഈ സംഘങ്ങൾ നടത്തുന്ന ചില യൂണിറ്റുകളാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? അച്ചാർ പലഹാര യൂണിറ്റുകൾ, സോപ്പ്, വാഷിംഗ് പൗഡർ യൂണിറ്റുകൾ, അതുപോലെ ഹോട്ടൽ, DTP സെൻ്ററുകൾ ഒക്കെയുണ്ട്. പൊതുചെലവും പൊതുവരുമാനവും 10ാം ക്ലാസ്സിലെ പാഠഭാഗമാണിത്. നമ്മൾ ഈ പാഠഭാഗം കൂടെ കഴിയുമ്പോൾ SCERT ചാപ്റ്റേഴ്സ് എല്ലാം കവർ ചെയ്തു. ആദ്യം പറയുന്നത് പൊതുചെലവുകളെ 2ആയിട്ട് തരംതിരിക്കുക എന്നുള്ളതാണ്. വികസന ചെലവുകളെന്നും വികസനേതര ചെലവുകളെന്നും. റോഡ്, പാലം, തുറമുഖം തുടങ്ങിയവ നിർമ്മിക്കുക, പുതിയ സംരംഭങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുടങ്ങുക മുതലായ പ്രവർത്തനങ്ങൾക്കുള്ള സർക്കാർ ചെലവുകളെയാണ് വികസന ചെലവുകളായിട്ട് കണക്കാക്കുക. അതേസമയം വികസനേതര ചെലവുകളായിട്ട് കണക്കാക്കുന്നത് യുദ്ധം, പലിശ, പെൻഷൻ തുടങ്ങിയവയ്ക്കുള്ള ചെലവുകളെയാണ്. ഇനി നോക്കുന്നത് പൊതുവരുമാനം എന്താണ് എന്നാണ്. സർക്കാരിൻ്റെ വരുമാനത്തെയാണ് പൊതുവരുമാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സർക്കാരിൻ്റെ വരുമാനത്തെയാണ് പൊതുവരുമാനം എന്ന് പറയുന്നത്. സർക്കാരിൻ്റെ വരുമാന മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കറിയാം.
അതിനു മുന്നേ പൊതുവരുമാനത്തെ നികുതി വരുമാനമെന്നും നികുതിയേതര വരുമാനമെന്നും തിരിക്കാം. അപ്പം സർക്കാരിൻ്റെ ഒരു വരുമാന മാർഗമാണ് നികുതി. അപ്പം നികുതികൾ എന്താണ് എന്നാണ് അടുത്തത് നോക്കുന്നത്. സർക്കാരിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സാണ് നികുതികൾ. ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താൽപ്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായി നൽകേണ്ട പണമാണ് നികുതി. നികുതി നൽകുന്ന വ്യക്തിയെ നികുതിദായകൻ എന്നാണ് വിളിക്കുന്നത്. നികുതി എന്ന് പറയുന്നത് രണ്ടായിട്ട് തിരിക്കാം. എന്താണ്? പ്രത്യക്ഷ നികുതിയുമുണ്ട്, പരോക്ഷ നികുതിയുമുണ്ട്. പ്രത്യക്ഷ നികുതി എന്താണെന്ന് നമുക്ക് നോക്കാം. ആരിലാണോ ഭൂനികുതി ചുമത്തുന്നത് അയാൾ തന്നെ നികുതി അടയ്ക്കുന്നു. ഇവിടെ നികുതി ചുമത്തുന്നതും നികുതി മൂലമുള്ള സാമ്പത്തിക ഭാരം അനുഭവിക്കുന്നതും ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് ഇത്തരം നികുതികളെ, ഭൂനികുതി പോലെയുള്ള നികുതികളെ എന്താണ്? പ്രത്യക്ഷ നികുതി എന്നാണ് അറിയപ്പെടുന്നത്. നികുതി ഭാരം നികുതിദായകൻ തന്നെ നിർവഹിക്കുന്നു എന്നത് പ്രത്യക്ഷ നികുതിയുടെ പ്രത്യേകതയാണ്. അപ്പോൾ നികുതി ഭാരം നികുതിദായകൻ തന്നെ വഹിക്കുന്നു എന്ന് വരുമ്പോൾ അത് പ്രത്യക്ഷ നികുതിയാണ്. അപ്പം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രത്യക്ഷ നികുതികൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നോക്കുന്നത് വ്യക്തിഗത ആദായ നികുതിയാണ്. പേഴ്സണൽ ഇൻകം ടാക്സ്. വ്യക്തികളുടെ വരുമാനത്തിന്മേൽ ചുമത്തുന്ന നികുതിയെയാണ് വ്യക്തിഗത ആദായ നികുതി എന്ന് പറയുന്നത്. വരുമാനം കൂടുന്നതിനനുസരിച്ച് നികുതി നിരക്ക് കൂടുന്നു. നിശ്ചിത വരുമാന പരിധിക്ക് മുകളിൽ വരുന്ന തുകയ്ക്കാണ് നികുതി ബാധകമാക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ ആദായ നികുതി നിയമം 1961 പ്രകാരം കേന്ദ്ര സർക്കാരാണ് ഈ നികുതി പിരിക്കുന്നത്. അപ്പോൾ വ്യക്തിഗത ആദായ നികുതി പിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അതുപോലെ ആദായ നികുതി നിയമം ഇന്ത്യയിൽ വരുന്നത് 1961 ഇനി നോക്കുന്നത് കോർപ്പറേറ്റ് നികുതിയാണ്. കോർപ്പറേറ്റ് ടാക്സ് എന്താണ്? കമ്പനികളുടെ അറ്റ വരുമാനത്തിന്മേൽ അഥവാ ലാഭത്തിന്മേൽ ചുമത്തുന്ന നികുതിയെയാണ് കോർപ്പറേറ്റ് നികുതി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രത്യക്ഷ നികുതികളാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണ്? കോർപ്പറേറ്റ് ടാക്സും അതുപോലെ ഇൻകം ടാക്സും. കോർപ്പറേറ്റ് ടാക്സും അതുപോലെ ഇൻകം ടാക്സുമാണ് പറഞ്ഞത്. ഇനി പരോക്ഷ നികുതി എന്താണ് എന്ന് നോക്കാം. ഒരാളിൽ ചുമത്തപ്പെടുന്ന നികുതിയുടെ ഭാരം മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് പരോക്ഷ നികുതിയുടെ പ്രത്യേകത. ഉദാഹരണമായിട്ട് വിൽപ്പന നികുതിയുടെ ഭാരം ആദ്യം വരുന്നത് എന്താണ്? വ്യാപാരിയുടെ മേലാണ്. എന്നാൽ വ്യാപാരി ആ ഉൽപ്പന്നം വാങ്ങുന്ന ഉപഭോക്താവിലേക്ക് വിലയോടൊപ്പം നികുതി ഭാരവും കൈമാറും. നമ്മളൊരു സാധനം മേടിക്കുകയാണ്. അപ്പോൾ അതിന് ടാക്സ് പേ ചെയ്യുന്നത് നമ്മളല്ലേ? അതിന് മുന്നേ അതിൻ്റെ ടാക്സ് പേ ചെയ്തത് ആരാണ്? വ്യാപാരിയാണ്. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ പരോക്ഷ നികുതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതാണ്. ഒരു രാജ്യത്ത് ഒറ്റ നികുതി എന്ന തത്വം നടപ്പാക്കുന്നതിന് ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ നിലവിലുള്ള പരോക്ഷ നികുതികളുടെ നല്ലൊരു വിഭാഗം ഉൾപ്പെടുത്തി ചരക്ക് സേവന നികുതി അല്ലെങ്കിൽ GST നടപ്പിലാക്കി. അപ്പോൾ GST നടപ്പിലാക്കിയത് എന്തിനാണ്? ഒരു രാജ്യത്ത് ഒറ്റ നികുതി എന്ന തത്വം നടപ്പാക്കുന്നതിന് വേണ്ടിയാണ്. GST എന്ന് പറയുന്നത് എന്താണ്? ഒരു പരോക്ഷ നികുതിയാണ്. GSTയിൽ ഉൾപ്പെടാത്ത ഇനങ്ങളുടെ പരോക്ഷ നികുതി നിരക്ക് നിലവിലുള്ള രീതിയിൽ തന്നെയാണ് ഈടാക്കുന്നത്. അപ്പം GSTയിൽ ഉൾപ്പെടാത്ത ഇനങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ പരോക്ഷ നികുതി നിരക്ക് നിലവിലുള്ള രീതിയിൽ തന്നെയാണ് ഈടാക്കുന്നത്. ഇനി നമുക്ക് GST എന്താണ് എന്ന് നോക്കാം. അതുപോലെ GST ലയിക്കപ്പെട്ട പ്രധാന നികുതികൾ എന്താണ് എന്ന് നോക്കാം. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും ചുമത്തിയിരുന്ന വിവിധ പരോക്ഷ നികുതികളെ ലയിപ്പിച്ച് 2017 ജൂലൈ 1 മുതൽ ഇന്ത്യയിൽ നിലവിൽ വന്ന ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമാണ് GST, ചരക്കു സേവന നികുതി എന്ന് പറയുന്നത്. അപ്പം GST നിലവിൽ വരുന്നത് എന്നാണ്? 2017 ജൂലൈ 1 ചരക്കുകളുടെയും സേവനങ്ങളുടെയും നിർമ്മാണം മുതൽ ഉപഭോഗം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും നികുതി ചുമത്തപ്പെടുന്നു. ഓരോ ഘട്ടത്തിലും മൂല്യവർദ്ധനവ് ഉണ്ടാവുകയും അത് ഈടാക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന മൂല്യവർദ്ധനവിന് മാത്രമേ നികുതി ചുമത്തപ്പെടുന്നുള്ളൂ. അന്തിമ ഉപഭോക്താവ് ആദ്യം അടച്ച നികുതികൾ പിന്നീട് നൽകേണ്ടതായിട്ട് ഇല്ല. ഒരു സാമ്പത്തിക വർഷത്തിലെ മൊത്തം വിറ്റുവരവ് 20 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് വ്യാപാരികൾ നിർബന്ധമായും GSTയിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്. ഇനി GSTയിൽ ലയിപ്പിക്കപ്പെട്ട പ്രധാന നികുതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി, സേവന നികുതി, കേന്ദ്ര വിൽപ്പന നികുതി, സംസ്ഥാന മൂല്യവർദ്ധിത നികുതി, ആഡംബര നികുതി, പരസ്യ നികുതി, പ്രവേശന നികുതി, വിനോദ നികുതി. ഇത്രയും നികുതികളാണ് GSTയിൽ ലയിപ്പിക്കപ്പെട്ട പ്രധാന നികുതികൾ. ഒന്നുകൂടെ പറയാം. കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി, സേവന നികുതി,
പിന്നെ കേന്ദ്ര വിൽപ്പന നികുതി, സംസ്ഥാന മൂല്യവർദ്ധിത നികുതി. പിന്നെ പറയുന്നത് 4 ഒരുമിച്ച് ഓർത്തിരിക്കുക: ആഡംബര നികുതി, പരസ്യ നികുതി, പ്രവേശന നികുതി, വിനോദ നികുതി. ഇത്രയും കാര്യങ്ങൾ GSTയിൽ ലയിപ്പിക്കപ്പെട്ട പ്രധാന നികുതികളാണ്. GST നിരക്കുകളാണ് ഇനി നോക്കുന്നത്. സംസ്കരിക്കാത്ത ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ നിത്യ ഉപയോഗ സാധനങ്ങൾക്കും അതുപോലെ അവശ്യ സേവനങ്ങൾക്കും GST നൽകേണ്ടതായിട്ട് ഇല്ല. നിത്യ ഉപയോഗ സാധനങ്ങൾക്ക് അതുപോലെ അവശ്യ സാധനങ്ങൾക്ക്, സംസ്കരിക്കാത്ത ഭക്ഷ്യവസ്തുക്കൾക്ക് ഒക്കെ എന്താണ് GST നൽകേണ്ടതായിട്ട് ഇല്ല. 5%, 12%, 18%, 28% എന്നിങ്ങനെ 4 സ്ലാബുകളിലായി നികുതി നിരക്കുകൾ GSTയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പം GST എത്ര സ്ലാബുകളായിട്ടാണ്? 4 സ്ലാബുകളായിട്ടാണ് നികുതി നിരക്കുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? 5%, 12%, 18%, 28%. അപ്പോൾ GST എന്താണ് എന്ന് നമ്മൾ നോക്കി. ഇനി നോക്കുന്നത് GST സമിതി, GST കൗൺസിലിനെ പറ്റിയാണ്. കേന്ദ്ര ധനകാര്യ മന്ത്രി ചെയർമാനായ GST സമിതിയിൽ സംസ്ഥാന ചുമതലയുള്ള കേന്ദ്ര ധനകാര്യ സഹമന്ത്രിയും സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാരും അംഗങ്ങളാണ്. GST കൗൺസിലിലെ അംഗങ്ങൾ ആരൊക്കെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ചെയർമാൻ ആരാണ്? കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ്. അതുപോലെ ബാക്കി അംഗങ്ങൾ ആരൊക്കെയാണ്? സംസ്ഥാന ചുമതലയുള്ള കേന്ദ്ര ധനകാര്യ സഹമന്ത്രി, അതുപോലെ സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാർ. ഇനി GST കൗൺസിലിന്റെ ശുപാർശകളാണ് നോക്കുന്നത്. GST ലയിപ്പിക്കേണ്ട നികുതികൾ, സെസ്സുകൾ, സർചാർജുകൾ, അതുപോലെ GST പരിധിയിൽ വരുത്തേണ്ടതും ഒഴിവാക്കേണ്ടതുമായിട്ടുള്ള ചരക്കുകളും സേവനങ്ങളും, നികുതി നിരക്കുകൾ നിശ്ചയിക്കുക, അതുപോലെ ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന ചരക്കുകൾ, സേവനങ്ങൾ GSTയിൽ ഉൾപ്പെടുത്തേണ്ട സമയം, മൊത്തം വിറ്റുവരവിൻ്റെ അടിസ്ഥാനത്തിലുള്ള നികുതി ഒഴിവിൻ്റെ പരിധി നിശ്ചയിക്കൽ. ഇതൊക്കെ എന്താണ്? GST കൗൺസിലാണ് തീരുമാനിക്കുന്നത്. ഇനി നമുക്ക് നിലവിൽ GSTയുടെ പരിധിയിൽ പെടാത്ത ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പെട്രോളിയം ഉൽപ്പന്നങ്ങളായിട്ടുള്ള എന്താണ്? ഡീസൽ, പെട്രോൾ, പ്രകൃതിവാതകം, വിമാന ഇന്ധനം, അതുപോലെ വൈദ്യുതി, മനുഷ്യ ഉപഭോഗത്തിനുള്ള മദ്യം എന്നിവ GSTയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അതുപോലെ വൈദ്യുതി, മനുഷ്യ ഉപഭോഗത്തിനുള്ള മദ്യം, ഇതൊക്കെ എന്താണ്? GSTയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളവയാണ്. അപ്പോൾ ഇതിനൊക്കെ എന്താണ്? നിലവിലുള്ള നികുതി സംവിധാനം തന്നെയായിരിക്കും ഉണ്ടാവുക. ഇനി സർചാർജും അതുപോലെ സെസ്സും എന്താണ് എന്ന് നോക്കാം. നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയെയാണ് സർചാർജ് എന്ന് പറയുന്നത്. ഒരു നിശ്ചിത കാലത്തേക്കാണ് സർചാർജ് ചുമത്തുന്നത്. സാധാരണ വരുമാന നികുതിയുടെ നിശ്ചിത ശതമാനമാണ് സർചാർജായിട്ട് ഈടാക്കുന്നത്. സാധാരണ വരുമാന നികുതിയുടെ നിശ്ചിത ശതമാനമാണ് സർചാർജായിട്ട് ഈടാക്കുക. സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ചുമത്തുന്ന അധിക നികുതിയെയാണ് സെസ് എന്ന് പറയുന്നത്. നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതി സർചാർജ് ആണെങ്കിൽ സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ചുമത്തുന്ന അധിക നികുതിയാണ് സെസ്. ആവശ്യത്തിന് പണം ലഭിച്ചു കഴിഞ്ഞാൽ സെസ് നിർത്തലാക്കാം. അപ്പോൾ സർക്കാരിന് ആവശ്യത്തിനുള്ള പണം ലഭിച്ചു കഴിഞ്ഞാൽ സെസ് നിർത്തലാക്കും. വ്യക്തിഗത ആദായ നികുതിയോടൊപ്പം ചുമത്തുന്ന വിദ്യാഭ്യാസ സെസ് ഇതിന് ഉദാഹരണമാണ്. സർക്കാരിൻ്റെ നികുതി വരുമാനത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി കേന്ദ്ര, സംസ്ഥാന, തദ്ദേശ സ്വയംഭരണ സർക്കാരുകൾ ചുമത്തുന്ന നികുതികളാണ് നോക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ നികുതികൾ ഏതൊക്കെയാണ്? കോർപ്പറേറ്റ് നികുതി, വ്യക്തിഗത ആദായ നികുതി, കേന്ദ്ര GST, സംയോജിത GST എന്നിവയാണ്. ഇനി സംസ്ഥാന സർക്കാരിൻ്റെയോ? ഭൂനികുതി, സ്റ്റാമ്പ് ഡ്യൂട്ടി, സംസ്ഥാന GST എന്നിവയാണ്. ഇനി തദ്ദേശ സ്വയംഭരണ സർക്കാരിൻ്റെ ആണെങ്കിൽ വസ്തുനികുതി, തൊഴിൽ നികുതി എന്നിവയാണ്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സർക്കാരിൻ്റെ നികുതികളാണ് വസ്തുനികുതിയും തൊഴിൽ നികുതിയും. അതുപോലെ ഭൂനികുതി എന്താണ്? സംസ്ഥാന സർക്കാരാണ്. അതുപോലെ സ്റ്റാമ്പ് ഡ്യൂട്ടി, സംസ്ഥാന GST ഒക്കെ സംസ്ഥാന സർക്കാർ ചുമത്തുന്നതാണ്. ഇനി കേന്ദ്ര സർക്കാർ ചുമത്തുന്ന നികുതികളാണ് കോർപ്പറേറ്റ് നികുതി, വ്യക്തിഗത ആദായ നികുതി, കേന്ദ്ര GST, സംയോജിത GST. സർക്കാരിന് വരുമാനം ലഭിക്കുന്നത് 2 തരത്തിലാണെന്ന് പറഞ്ഞു. നികുതികളിലൂടെയും അതുപോലെ നികുതിയേതര സ്രോതസ്സുകളിലൂടെയും. ഇനി നികുതിയേതര വരുമാന സ്രോതസ്സുകളാണ് നോക്കുന്നത്. നികുതിയേതര സ്രോതസ്സുകൾ എന്ന് പറയുന്നത് ഫീസ്, ഫൈനുകൾ, പെനാൽറ്റികൾ, ഗ്രാൻഡ് തുടങ്ങിയവയാണ്. ഇതിൽ ഫീസ് എന്ന് പറയുന്നത് എന്താണ്? സർക്കാർ സേവനങ്ങൾക്കുള്ള പ്രതിഫലമായി ഈടാക്കുന്ന തുകയാണ് ഫീസ്. ലൈസൻസ് ഫീസ്, രജിസ്ട്രേഷൻ ഫീസ്, ട്യൂഷൻ ഫീസ് മുതലായ ഉദാഹരണങ്ങളാണ്. ഇനി ഫൈനുകൾ, പെനാൽറ്റികളൊക്കെയോ? നിയമം ലംഘിക്കുന്നതിന് നൽകുന്ന ശിക്ഷയാണ് ഫൈനുകളും പെനാൽറ്റികളും.
ഇനി ഗ്രാൻഡ് എന്നത് എന്താണ്? ഒരു പ്രത്യേക ലക്ഷ്യം നിറവേറ്റുന്നതിനായി സർക്കാരോ സ്ഥാപനങ്ങളോ നൽകുന്ന സാമ്പത്തിക സഹായത്തെയാണ് ഗ്രാൻറ്റുകൾ എന്ന് പറയുന്നത്. ഉദാഹരണം പറയുവാണെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തദ്ദേശ സ്വയംഭരണ സർക്കാരുകൾക്ക് ഗ്രാൻറ്റുകൾ നൽകുന്നുണ്ട്. അടുത്തത് പലിശയാണ്. സർക്കാർ വിവിധ സംരംഭങ്ങൾക്കും ഏജൻസികൾക്കും രാജ്യങ്ങൾക്കും നൽകുന്ന വായ്പകൾക്ക് പലിശ ലഭിക്കുന്നു. സംരംഭങ്ങൾക്ക്, ഏജൻസികൾക്ക്, രാജ്യങ്ങൾക്ക് ഒക്കെ നൽകുന്ന വായ്പകൾക്ക് പലിശ ലഭിക്കുന്നു. അതുപോലെ ലാഭം എങ്ങനെയാണ്? സർക്കാർ നടത്തുന്ന സംരംഭങ്ങളിൽ നിന്നുള്ള അറ്റ വരുമാനമാണ് ലാഭം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇന്ത്യൻ റെയിൽവേയിൽ നിന്നുള്ള ലാഭം. അപ്പം ഇത് നികുതി ഇതര വരുമാന സ്രോതസ്സുകളാണ്. ഏതൊക്കെയാണ് പറഞ്ഞത്? ലാഭം, പലിശ, ഗ്രാൻറ്റ്, ഫൈനുകൾ, പെനാൽറ്റികൾ, ഫീസ്. ഇനി പൊതുവരുമാനം ആവശ്യത്തിന് തികയാതെ വരുമ്പോൾ സർക്കാരുകൾ എന്താണ്? കടം വാങ്ങാറുണ്ട്. അപ്പം അതിനെ പൊതുകടം എന്നാണ് പറയുന്നത്. സർക്കാർ വാങ്ങുന്ന വായ്പകളാണ് പൊതുകടം. രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും വായ്പകൾ വാങ്ങാറുണ്ട്. ഇത് യഥാക്രമം ആഭ്യന്തര കടം, വിദേശ കടം എന്നിങ്ങനെ അറിയപ്പെടുന്നു. രാജ്യത്തിന് അകത്തുനിന്നും പുറത്തുനിന്നും, അകത്തുനിന്ന് വാങ്ങുന്നത് ആഭ്യന്തര കടം, അതുപോലെ പുറത്തുനിന്നുള്ളത് വിദേശ കടം എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഇന്ത്യയിൽ പൊതുകടം വർദ്ധിക്കുന്നതിനുള്ള കാരണങ്ങളാണ് ഇനി നോക്കുന്നത്. പ്രതിരോധ രംഗത്തെ വർദ്ധിച്ച ചെലവ്, അതുപോലെ ജനസംഖ്യാ വർധനവ്, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, ഇതൊക്കെ പൊതുകടം വർദ്ധിക്കുന്നതിനുള്ള കാരണങ്ങളാണ്. ഇനി പൊതു ധനകാര്യം എന്താണെന്ന് നോക്കാം. പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സാമ്പത്തിക ശാസ്ത്ര ശാഖയാണ് പൊതുധനകാര്യം. പൊതുധനകാര്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ബജറ്റിലൂടെയാണ് പ്രതിപാദിക്കുന്നത്. ഇനി ബജറ്റ് എന്താണ് എന്ന് നോക്കാം. ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവും ചെലവും വിശദമാക്കുന്ന ധനകാര്യ രേഖയാണ് ബജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വരവും ചെലവും വിശദമാക്കുന്ന ധനകാര്യ രേഖയാണ് ബജറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് സാമ്പത്തിക വർഷമായിട്ട് കണക്കാക്കുന്നത്. അപ്പം ഇന്ത്യയുടെ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഇനി ബജറ്റുകൾ 3 തരത്തിലാണ് ഉള്ളത്. വരുമാനവും ചെലവും തുല്യമായിട്ട് വരുന്ന ബജറ്റ് സന്തുലിത ബജറ്റ് എന്നും, വരുമാനം ചെലവിനേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെ മിച്ച ബജറ്റ് എന്നും, അതുപോലെ ചെലവാണ് വരവിനേക്കാൾ കൂടുതലെങ്കിൽ അത് കമ്മി ബജറ്റും എന്നാണ് പറയുന്നത്. ഇനി 2017-18 ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെലവിനങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് പഠിക്കാനുള്ളത് 2024 അപ്പോൾ അത് കറണ്ട് അഫയേഴ്സ് കൂട്ടത്തിലാണ് വരുന്നത്. അപ്പം നമുക്ക് കേന്ദ്ര സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന നികുതിയേതര മാർഗം ഏതാണ് എന്നുള്ള ചോദ്യത്തിന് 2024 ബജറ്റിൻ്റെ അനുസരിച്ചാണ് എഴുതേണ്ടത്. അതുപോലെ കേന്ദ്ര ബജറ്റ് അനുസരിച്ച് GST ഇനത്തിൽ ലഭ്യമായിട്ടുള്ള നികുതി എത്ര, നികുതി വരുമാനമാണോ നികുതി ഇതര വരുമാനമാണോ, കേന്ദ്ര സർക്കാരിന് കൂടുതൽ വരുമാനം നൽകുന്ന സ്രോതസ്സ് എന്നൊക്കെയുള്ളത് എഴുതണം. ഇനി ധനനയം അല്ലെങ്കിൽ ഫിസ്ക്കൽ പോളിസിയാണ്. പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണ് ധനനയം എന്ന് പറയുന്നത്. ഫിസ്ക്കൽ പോളിസി എന്ന് വെച്ചാൽ പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണ് ഫിസ്ക്കൽ പോളിസി അല്ലെങ്കിൽ ധനനയം. ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ്. ധനനയം രാജ്യപുരോഗതിയെ സ്വാധീനിക്കുന്നു. വികസന പ്രവർത്തനങ്ങൾ പരിപോഷിപ്പിക്കാനും വളർച്ച കൈവരിക്കാനും നല്ല ധനനയം വഴി സാധ്യമാക്കുന്നു. ധനനയത്തിൻ്റെ ചില ലക്ഷ്യങ്ങളാണ് ഇനി നമ്മൾ നോക്കുന്നത്. സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക, അതുപോലെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക എന്നുള്ളതൊക്കെ ധനനയത്തിൽ പെടുന്നതാണ്. ധനനയം സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുന്ന വിലക്കയറ്റത്തെയും അതുപോലെ വില ചുരുക്കത്തെയും നിയന്ത്രിക്കുന്നത് എപ്രകാരമാണ് എന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. വിലക്കയറ്റ സമയത്ത് നികുതി വർദ്ധിപ്പിക്കുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ജനങ്ങളുടെ വാങ്ങൽ ശേഷി കുറയുന്നു. വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നു? നികുതി വർദ്ധിപ്പിക്കും. അന്നേരം എന്താണ്? ജനങ്ങളുടെ വാങ്ങൽ ശേഷി കുറയുന്നു. ഉദാഹരണത്തിന് നികുതി 10% ആയിരുന്നത് 20% ഉയർത്തിക്കഴിഞ്ഞാൽ അപ്പോൾ 100 രൂപയ്ക്ക് 20 രൂപ നികുതി നൽകണം. ബാക്കി 80 രൂപയെ ഉപഭോഗത്തിന് വിനിയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതായത് 90 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിയിരുന്ന ഒരാൾ 80 രൂപയ്ക്ക് മാത്രമേ ഇപ്പോൾ സാധനങ്ങൾ വാങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ സാധനങ്ങൾ വിപണിയിൽ വിൽക്കപ്പെടാതെ വരുമ്പോൾ വില കുറഞ്ഞ് പഴയ അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അതുപോലെ വിലച്ചുരുക്ക സമയത്ത് എന്താണ്? നികുതി കുറയ്ക്കും. വിലച്ചുരുക്ക സമയത്ത് നികുതി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്.
ഇത് ജനങ്ങളുടെ വാങ്ങൽ ശേഷി ഉയർത്തുന്നു. ഇതിൻ്റെ ഫലമായിട്ട് വിപണിയിൽ ഉൽപ്പന്നങ്ങളുടെ ആവശ്യം വർദ്ധിക്കും. അങ്ങനെ സാധനങ്ങളുടെ വില ഉയരാനായിട്ട് കാരണമാവുന്നു. ധനനയത്തിൻ്റെ ശരിയായ പ്രയോഗമാണ് ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ വേണ്ടി സർക്കാരിനെ സഹായിക്കുന്നത്.